نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഭയപ്പെടണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ. ഭൂമിയിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങൾ അത് മസ്ജിദുകളാണ്, അവന്റെ ഭവനങ്ങളാണ്. കാരണം അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ധാരാളമായി ഓർക്കപ്പെടുന്നു, നിസ്കാരങ്ങൾ നിർവഹിക്കപ്പെടുന്നു, വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങൾ നിർവഹിക്കപ്പെടുന്നു, ദീനിന്റെ മജ്ലിസുകൾ അത് സംഘടിക്കപ്പെടുന്നു. അതുകൊണ്ട് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങൾ മസ്ജിദുകളാണ്. മസ്ജിദുകൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അല്ലാഹുവിലേക്ക് അവനെ അടുപ്പിക്കും. ആ മസ്ജിദുകളിൽ വെച്ച് നടക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്, ഏറ്റവും അഫ്ദലായ കാര്യമാണ് അവിടെ നടക്കുന്ന ഇൽമിന്റെ സദസ്സുകൾ, മജാലിസുൽ ഇൽം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ് യത്ലൂന കിതാബല്ലാഹ് വയതദാറസൂനഹു ബൈനഹും ഇല്ലാ നസലത് അലൈഹിമുസ് സകീനഹ് വഗശിയത്ഹുമുർ റഹ്മഹ് വഹഫത്ഹുമുൽ മലായികഹ് വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദഹ്. അല്ലാഹുവിന്റെ മസ്ജിദുകളിൽ, അവന്റെ ഭവനങ്ങളിൽ ഏതെങ്കിലും ഒരു ഭവനത്തിൽ കുറച്ചാളുകൾ ഒരുമിച്ചുകൂടി അല്ലാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യുകയും പരസ്പരം അത് പഠിക്കുകയും ചെയ്താൽ അവർക്ക് അല്ലാഹുവിൽ നിന്നുള്ള സകീനത്ത്, സമാധാനം ഇറങ്ങും. അല്ലാഹുവിന്റെ കാരുണ്യം അവരെ വലയം ചെയ്യും. അല്ലാഹുവിന്റെ മുഖറബീങ്ങളായ മലായികത്തുകൾ അവരെ പൊതിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്കിടയിൽ ആ കൂടിയിരുന്ന് ദീൻ പഠിക്കുന്ന ആളുകളെ പുകഴ്ത്തി പറയുകയും ചെയ്യും. ഒരുപാട് നേട്ടമുള്ള, ഒരുപാട് പ്രതിഫലമുള്ള, ഒരുപാട് ശ്രേഷ്ഠതയുള്ള കാര്യമാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളായ മസ്ജിദുകളിൽ അവന്റെ ദീൻ പഠിക്കുന്നതിനു വേണ്ടി കൂടിയിരിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരുവൻ കൂടിയിരുന്നാൽ, ദീൻ പഠിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി പള്ളിയിലേക്ക് വന്നാൽ, മൻ ഗദാ ഇലൽ മസ്ജിദി لا يريد إلا أن يتعلم خيرا أو يعلمه
കാന ലഹു കഅജ്രി ഹാജ്ജിൻ താമതൻ ഹജ്ജതുഹു. പള്ളിയിലേക്ക് വരുമ്പോൾ ഖൈർ പഠിക്കണമെന്ന ഉദ്ദേശത്തിലാണ് ഒരുവൻ വരുന്നത് എങ്കിൽ അവന് പരിപൂർണമായ ഹജ്ജ് ചെയ്ത ഒരുവന്റെ പ്രതിഫലമുണ്ട് എന്നാണ്. എന്താണ് ഹജ്ജിന്റെ പ്രതിഫലം? അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. ഹജ്ജിന് സ്വർഗ്ഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല. മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കമാ വലദത്ഹു ഉമ്മുഹു. ഒരുവൻ ശരിയായ ഹജ്ജ് നിർവഹിച്ച് മടങ്ങിക്കഴിഞ്ഞാൽ അവൻ മടങ്ങി വരുന്നത് ഒരുമ്മ പ്രസവിച്ച കുട്ടിയെപ്പോലെ തിന്മകളില്ലാതെയാണ്. ഈ പ്രതിഫലം അല്ലാഹുവിന്റെ മസ്ജിദുകളിലേക്ക് ദീൻ പഠിക്കണമെന്ന ഉദ്ദേശത്തിൽ വന്ന ആളുകൾക്ക് ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. സകല ദുനിയാവിന്റെ വിഭവങ്ങളെക്കാളും ഖൈറാണത്. അല്ലാഹുവിന്റെ മസ്ജിദുകളിൽ വന്ന് അവന്റെ ദീനിൽ നിന്ന് അല്പം എന്തെങ്കിലും പഠിക്കുകയാണ് എങ്കിൽ ദുനിയാവിലെ തുച്ഛമായ വിഭവങ്ങളെക്കാളെല്ലാം ഖൈറായതാണത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഖറജ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വനഹ്നു ഫി സ്സുഫ. മസ്ജിദുൻ നബവിയുടെ തിണ്ണയിൽ ഞങ്ങൾ ഇരിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു, അയുഹിബ്ബു അഹദുക്കും അൻ യഗ്ദുവ കുല്ല യൗമിൻ ഇലാ ബുത്ഹാന ഔ ഇലൽ അഖീഖി ഫയഅതി മിൻഹു ബിനാഖതൈൻ കൗമാവൈൻ ഫീ ഗൈരി ഇസ്മിൻ വലാ ഖത്ഇ റഹിമിൻ. നിങ്ങളിൽ ഒരുവൻ ഒരു തിന്മയും ചെയ്യാതെ ഒരു കുടുംബബന്ധവും മുറിക്കാതെ ദിവസവും ബുത്ഹാനിലേക്കോ അഖീഖിലേക്കോ പോയി തടിച്ചുരുണ്ട വലിയ പൂഞ്ഞയുള്ള വലിയ ഒട്ടകങ്ങളെ കരസ്ഥമാക്കി തിരിച്ചു മടങ്ങുവാൻ നിങ്ങളിൽ ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? ബുത്ഹാൻ, അഖീഖ് എന്ന് പറഞ്ഞാൽ മദീനയിലെ 2 താഴ്വരകളാണ്. വിലപിടിപ്പുള്ള ഒട്ടകങ്ങൾ അതിനെ കച്ചവടം ചെയ്യുന്ന ഒട്ടകത്തിന്റെ ചന്തയാണ്. ആ ചന്തയിലേക്ക് ദിനേന പോയി ഓരോ ദിവസവും 1 or 2 തടിച്ചു കൊഴുത്ത വളരെയേറെ മൂല്യമുള്ള ഒട്ടകങ്ങളെ കരസ്ഥമാക്കി തിരിച്ചു വരുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്കിഷ്ടമുണ്ടോ? സ്വഹാബികൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളിൽ ആരാണ് അത് ഇഷ്ടപ്പെടാത്തവരായിട്ടുള്ളത്? ഞങ്ങളിൽ എല്ലാവർക്കും അതിഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫലാ യഗ്ദു അഹദുക്കും ഇലൽ മസ്ജിദി ഫയഅലമു ഔ യഖറഉ ആയതൈൻ മിൻ കിതാബില്ലാഹ് ഖൈറുൻ ലഹു മിൻ നാഖതൈൻ. എങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും പള്ളിയിലേക്ക് പോയി 2 ആയത്തുകൾ പഠിക്കുകയോ ഓതുകയോ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ഈ പറഞ്ഞ 2 ഒട്ടകത്തിനേക്കാൾ നിങ്ങൾക്കതാണ് ഖൈർ. ഔ സലാസുൻ ഖൈറുൻ ലഹു മിൻ സലാസിൻ. 3 ആയത്തുകൾ പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്താൽ തടിച്ചുരുണ്ട വലിയ പൂഞ്ഞങ്ങളുള്ള 3 ഒട്ടകങ്ങളെക്കാൾ നിങ്ങൾക്ക് ഖൈറായതാണ്. ഔ അർബഉൻ ഖൈറുൻ ലഹു മിൻ അർബഇൻ. 4 ആയത്തുകൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്താൽ അത് നിങ്ങൾക്ക് 4 ഒട്ടകത്തിനേക്കാൾ ഖൈറായതാണ്. ഒരു അധ്വാനവുമില്ലാതെ ദുനിയാവിന്റെ വിഭവങ്ങൾ നിങ്ങൾ കരസ്ഥമാക്കുന്നതിനേക്കാൾ എത്രയോ മികച്ചതാണ് റബ്ബിന്റെ മസ്ജിദുകളിൽ പോയി അല്ലാഹുവിന്റെ കിതാബും സുന്നത്തും പഠിക്കുക എന്നുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ദീനിന്റെ സദസ്സുകൾ തുല്യതകളില്ലാത്ത, സമാനതകളില്ലാത്ത, ദുനിയാവിൽ മറ്റൊരു സദസ്സും പകരം വെക്കാനില്ലാത്ത സദസ്സുകളാണ്. അത് ദുനിയാവിലെ സ്വർഗത്തോപ്പുകളാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മറർതും ബിരിയാദിൽ ജന്നതി ഫർതഉ. ദുനിയാവിലെ സ്വർഗത്തോപ്പുകളിലൂടെ നിങ്ങൾ നടക്കുകയാണ് എങ്കിൽ വേണ്ട വിധം അതിൽ കയറി നിങ്ങൾ അതിന്റെ ഫലങ്ങൾ, പഴങ്ങൾ നിങ്ങൾ കഴിച്ചുകൊള്ളുക. സഹാബികൾ ചോദിച്ചു, വമാ റിയാദുൽ ജന്ന? അല്ലാഹുവിന്റെ റസൂലെ, ദുനിയാവിലെ
സ്വർഗത്തോപ്പുകൾ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിലഖുൽ ദിക്ർ, അത് ദിക്റിന്റെ സദസ്സുകളാണ്. അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന ഖാല അല്ലാഹ് ഖാല റസൂലുള്ളാഹ്, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു. ദീനിന്റെ വിധിവിലക്കുകൾ പറയപ്പെടുന്ന, സ്മരിക്കപ്പെടുന്ന, ചർച്ച ചെയ്യപ്പെടുന്ന, പഠിപ്പിക്കപ്പെടുന്ന സദസ്സുകൾ, അതാണ് ദുനിയാവിലെ സ്വർഗത്തോപ്പുകൾ. അതാ ഇബ്നു അബി റബാഹ് റഹിമഹുല്ലാഹ് താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹം പറഞ്ഞു, മജ്ലിസുൻ യതഅല്ലമു ഫീഹി അൽഅബ്ദു അൽഹലാല വൽഹറാമ മിൻ ദിക്രില്ലാഹ്. ഒരടിമ ഹലാൽ ഹറാമുകൾ മനസ്സിലാക്കുന്ന സദസ്സുകൾ, അത് അല്ലാഹുവിന്റെ സ്മരണയിൽപ്പെട്ടതാണ്, അത് ദിക്റുള്ളയാണ്. അത്തരം ദിക്റിന്റെ സദസ്സുകൾ ഇത് സ്വർഗത്തിലെ പൂങ്കാവനങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ആ പൂങ്കാവനങ്ങളിലേക്ക് എത്തി നോക്കുവാൻ, പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചാൽ അത് നിങ്ങൾ പരമാവധി മുതലെടുക്കണം എന്നവിടുന്ന് കൽപ്പിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ഇത്തരം സദസ്സുകൾ പരമാവധി നമ്മൾ മുതലെടുക്കുക. നമുക്ക് നമ്മുടെ അറിവിൽ, ദീനിന്റെ വിജ്ഞാനങ്ങളിൽ വർധനവുണ്ടാകും. അനുമുഖേന നമ്മളുടെ ഈമാൻ അത് വർദ്ധിക്കും, ദീനിലുള്ള സ്ഥൈര്യം വർദ്ധിക്കും, അല്ലാഹുവിനോടുള്ള ഭയം വർദ്ധിക്കും. ഇത്തരം സദസ്സുകൾ നമ്മൾ അവഗണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദീനിലെ അറിവ് കുറഞ്ഞു വരികയും ഈമാൻ ശോഷിക്കുകയും അല്ലാഹുവിനോടുള്ള ഭയം കുറയുകയും ദീനിലുള്ള സ്ഥൈര്യമില്ലാതെയാവുകയും ചെയ്യും. അതുകൊണ്ട് ഇത്തരം സദസ്സുകളെ നമ്മൾ നിസ്സാരവൽക്കരിക്കുവാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സഹോദരങ്ങളെ, മഹാനായ സഹാബി അബൂ വാഖിദ് അൽ-ലൈസി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനമാ ജാലിസുൻ ഫിൽ മസ്ജിദി വന്നാസു മഅഹു ഇദ് അഖ്ബല ثلاثة نفر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ജനങ്ങളോടൊപ്പം പള്ളിയിൽ ഇരിക്കുകയായിരുന്നു. മൂന്നാളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് കടന്നു വന്നു. അതിൽ രണ്ടാളുകൾ ആ സദസ്സിലേക്ക് കയറിയിരിക്കുകയും ഒരാൾ ആ സദസ്സിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്തു. അതിലെ ഒന്നാമത്തെയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരു വിടവ് കണ്ടപ്പോൾ ആ വിടവിലേക്ക് കയറിയിരുന്നു. മറ്റേയാൾ ലജ്ജ കാരണത്താൽ ആ സദസ്സിന്റെ ഏറ്റവും പിറകുവശത്ത് പോയിരുന്നു. മൂന്നാമത്തെയാൾ അയാൾ തിരിഞ്ഞുപോയി, അയാൾ അവിടെ ഇരുന്നില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സദസ്സ് കഴിഞ്ഞപ്പോൾ, ആ ദർസ് കഴിഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഖ്ബിറുകും അനിൻ നഫരി സലാസ. സ്വഹാബികളെ, ഈ മൂന്ന് ആളുകളുടെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അവിടുന്ന് പറഞ്ഞു, അമ്മാ അഹദുഹും ഫഅവാ ഇലല്ലാഹി ഫആവാഹു അല്ലാഹ്. അതിലെ ഒന്നാമത്തെയാൾ സദസ്സിൽ വിടവ് കാണുകയും അതിലേക്ക് കയറി വരികയും സദസ്സിലേക്ക് മുന്നിട്ട് വരികയും ചെയ്തയാൾ അവൻ അല്ലാഹുവിലേക്ക് അഭയം പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു അവന് അഭയം നൽകിയിരിക്കുന്നു. വഅമ്മൽ ആഖറു ഫസ്തഹ്യാ ഫസ്തഹ്യല്ലാഹു മിൻ. രണ്ടാമത്തെയാൾ അവൻ ലജ്ജിച്ചു, അവൻ മടിച്ചിരുന്നു, പുറകിൽ പോയിരുന്നു. അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാര്യത്തിലും ലജ്ജിച്ചിരിക്കുന്നു. വഅമ്മൽ ആഖറു ഫഅഅറദ അഅറദല്ലാഹു അൻഹു. മൂന്നാമത്തെയാൾ അവൻ തിരിഞ്ഞുപോയി, അവനിൽ നിന്ന് അല്ലാഹുവും തിരിഞ്ഞുപോയിരിക്കുന്നു. ആ മജ്ലിസിലേക്ക് ആദ്യം കടന്നിരുന്നയാൾ
അവനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവൻ അല്ലാഹുവിൽ അഭയം തേടിയെന്നാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു അവന് അഭയം നൽകി. ദീനിന്റെ മജ്‌ലിസുകളിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ സംരക്ഷണവും അല്ലാഹുവിന്റെ അഭയവും ഉണ്ടായിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസ് വെച്ചുകൊണ്ട് സഹോദരങ്ങൾ നമ്മൾ തുലനം ചെയ്യുക. ദീനിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുവാൻ ഈ 3 ആളുകളിൽ ആരാണ് നമ്മൾ? അല്ലാഹു അഭയം നൽകിയ സദസ്സിലേക്ക് മുന്നിട്ട ആളുകളിൽ നമ്മളുണ്ടോ? മടിച്ച് ലജ്ജിച്ച് പിന്നോക്കം നിൽക്കുന്ന ആളുകളാണോ നമ്മൾ? അതല്ല, ഇൽമിനെ സ്നേഹിക്കാതെ അതിന് താല്പര്യം കാണിക്കാതെ തിരിഞ്ഞു കളയുന്നവരാണോ നമ്മൾ? എങ്കിൽ അല്ലാഹു നമ്മളിൽ നിന്ന് തിരിഞ്ഞു കളയും എന്ന കാര്യം ഗൗരവത്തോടു കൂടി സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കുക. ഇൽമിന്റെ സദസ്സുകളിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരം വീതിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. الأنبياء لم يورثوا دينارا ولا درهما إنما ورثوا العلم فمن أخذه أخذ بحظ وافر. അമ്പിയാക്കൾ ഇവിടെ വിട്ടുപോയത് ദീനാറുകളോ ദിർഹമുകളോ അല്ല, ദീനിന്റെ വിജ്ഞാനങ്ങളാണ്. ആരാണോ വിജ്ഞാനങ്ങളിൽ നിന്ന് അവന്റെ പങ്കെടുക്കുന്നത് അവൻ കരസ്ഥമാക്കിയിട്ടുള്ളത് വലിയ പങ്ക് തന്നെയാണ് എന്ന്. തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ. 2 കാര്യങ്ങൾ നിങ്ങളിലേക്ക് വിട്ടുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ആ 2 കാര്യങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം നിങ്ങൾ വഴിവിടക്കുകയില്ല. കിതാബല്ലാഹി വസുന്നതി, അത് അല്ലാഹുവിന്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ്. ദീനിന്റെ മജ്‌ലിസുകളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സമ്പാദ്യം വീതം വെക്കപ്പെടുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീനയിലെ അങ്ങാടിയിലൂടെ നടന്നുപോയി. കച്ചവടക്കാർക്കിടയിൽ അദ്ദേഹം നിന്നുകൊണ്ട് അവർക്കിടയിൽ വിളിച്ചു പറഞ്ഞു, യാ അഹ്ലസ്സൂഖ് മാ അഅ്ജസകും. കച്ചവടക്കാരെ, അങ്ങാടിക്കാരെ, നിങ്ങൾക്കെന്തു പറ്റി? നിങ്ങൾ എത്ര അശക്തരാണ്, എത്ര ദുർബലരാണ്? കച്ചവടക്കാർ, അങ്ങാടിക്കാർ ചോദിച്ചു, അബൂ ഹുറൈറ എന്താണ് അങ്ങനെ പറഞ്ഞത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ذاك ميراث رسول الله صلى الله عليه وسلم يقسم وأنتم ها هنا ألا تذهبون فتأخذون نصيبكم منه. അവിടെ അത് അല്ലാഹുവിന്റെ റസൂലിന്റെ മസ്ജിദിൽ അവിടുത്തെ അനന്തരം വീതം വെക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ദുനിയാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതരാവുകയാണ്. നിങ്ങൾക്ക് മസ്ജിദിൽ പോയി അല്ലാഹുവിന്റെ റസൂലിന്റെ അനന്തരം അതിൽ നിന്ന് നിങ്ങളുടെ വിഹിതം നിങ്ങൾക്ക് എടുത്തുകൂടെ? അങ്ങനെ അങ്ങാടിയിലുള്ള ആളുകൾ പള്ളിയിലേക്ക് ധൃതിപ്പെട്ടു പോയി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അങ്ങാടിയിൽ തന്നെ അവർ തിരിച്ചു വരുന്നത് വരെ അവരെ കാത്തിരുന്നു. അവർ തിരിച്ചു വന്നപ്പോൾ അബൂ ഹുറൈറ ചോദിച്ചു, മാലക്കും, എന്ത് പറ്റി നിങ്ങൾക്ക്? അവർ പറഞ്ഞു, അബൂ ഹുറൈറ, ഞങ്ങൾ പള്ളിയിലേക്ക് പോയി. ഖദ് അതൈനൽ മസ്ജിദ് വദഖൽനാ ഫീഹി ഫലം നറ ശൈഅൻ യുഖ്സം. ഞങ്ങൾ പള്ളിയിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ വീതം വെക്കുന്ന ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, നിങ്ങൾ മസ്ജിദിൽ ഒരാളെയും കണ്ടില്ലേ? അവർ പറഞ്ഞു, ഞങ്ങൾ കണ്ടു. റഅയ്നാ ഖൗമൻ യുസല്ലൂന വഖൗമൻ യഖറഊനൽ ഖുർആൻ വഖൗമൻ യതദാകറൂനൽ ഹലാല വൽ ഹറാം. ഞങ്ങൾ കണ്ടു അല്ലാഹുവിന്റെ റസൂലിന്റെ മസ്ജിദിൽ കുറച്ചാളുകൾ നിസ്കരിക്കുന്നുണ്ട്, കുറച്ചാളുകൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, ചില ആളുകൾ ഹലാൽ ഹറാമിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അത് ഞങ്ങൾ കണ്ടു. അബൂ ഹുറൈറ പറഞ്ഞു, വയഹകും ذاك ميراث محمد صلى الله عليه وسلم. നിങ്ങളുടെ കാര്യം എന്തൊരു കഷ്ടമാണ് കൂട്ടരെ, അതാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ വീതം വെക്കപ്പെടുന്ന അനന്തരം എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സംഭവത്തിൽ ഒരുപാട് ഗുണപാഠങ്ങളും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽ ദീനി അറിവിന്റെ ഉറവിടം അത് മസ്ജിദുകളാണ്. ഇന്ന് മസ്ജിദുകളിൽ കുത്തിയിരുന്ന് പഠിക്കുന്നവരെ കളിയാക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ?
അള്ളാഹുവിന്റെ റസൂലിന്റെ മസ്ജിദുകളിൽ ദീൻ പഠിക്കുന്നതിന് വേണ്ടി മാറിയിരിക്കുന്ന ആളുകളെ ആക്ഷേപിക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ ചരിത്രങ്ങൾ നിങ്ങൾ കേൾക്കൂ. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടം മുതൽ ദീനിന്റെ വിജ്ഞാനങ്ങളുടെ ഉറവിടം അത് മസ്ജിദുകളാണ്. സ്വഹാബത്തിന്റെ കാലത്തിന് ശേഷം അത് താബിഈങ്ങളായും തബഉ താബിഈങ്ങളായും ഈ ഒരു കാര്യം നിലനിന്നു പോന്നിട്ടുണ്ട് എന്നുള്ളത് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. താബിഈങ്ങളായും തബഉ താബിഈങ്ങളായും മസ്ജിദുകളിൽ ഇൽമു പഠിക്കുന്നതിനു വേണ്ടി അവർ മാറിയിരുന്നിട്ടുണ്ട്. അവിടെ ഇൽമു പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളായി അവർ മസ്ജിദുകളെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മസ്ജിദുകൾ കേവലം നിസ്കരിച്ച് പൂട്ടിപ്പോകാനുള്ള സ്ഥലങ്ങളല്ല. അവിടെ ഇൽമു പഠിപ്പിക്കപ്പെടണം, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് സംസാരിക്കപ്പെടണം. അങ്ങനെയുള്ള കേന്ദ്രങ്ങളാക്കപ്പെടണം മസ്ജിദുകൾ. അതിനുള്ള കേന്ദ്രങ്ങളാണ് മസ്ജിദുകൾ എന്ന വലിയ ഗുണപാഠം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരം അവസരങ്ങൾ ഒരുപാട് നേട്ടങ്ങളുള്ള, ഒരുപാട് പ്രാധാന്യമുള്ള, ഒരുപാട് ശ്രദ്ധതയുള്ള ദീനിന്റെ സദസ്സുകൾ അത് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين ودمر أعداءك أعداء الدين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وآله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ആദരണീയരായ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പാലിച്ച് ജീവിക്കണമെന്നും എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയ്യത്ത് ചെയ്യുക. റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ഒരു സംഭവം പറഞ്ഞു കൊടുക്കുകയാണ്. بينما ثلاثة نفر ممن كان قبلكم. നിങ്ങളുടെ മുൻപ് ജീവിച്ചിരുന്ന മൂന്നാളുകൾ യംശൂൻ അവരിൽ നടന്നു പോവുകയായിരുന്നു.
إذ أصابه مطر. അങ്ങനെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് മഴ പെയ്യുകയുണ്ടായി. ഈ ആളുകൾ മഴയിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി ഒരു ഗുഹയിലേക്ക് അവർ പ്രവേശിച്ചു. പക്ഷെ അപ്രതീക്ഷിതമായി അതിന്റെ ഗുഹാമുഖം, പ്രവേശന കവാടം, അത് വളരെ വലിയൊരു കല്ലുകൊണ്ട് അടയപ്പെടുകയാണ് ഉണ്ടായത്. ഈ സമയത്ത് അവർ പരസ്പരം പറയാൻ തുടങ്ങി, ഇന്നഹു വല്ലാഹി യാ ഹൗലാ ലാ യുൻജീകും ഇല്ല അസ്ദിഖ്. അല്ലയോ സഹോദരങ്ങളെ, നിങ്ങളെ ഈ സന്ദർഭത്തിൽ സത്യസന്ധതയല്ലാതെ നിങ്ങളെ രക്ഷപ്പെടുത്തുകയില്ല. ജീവിതത്തിൽ പാലിച്ച, പുലർത്തിയ, അനുഷ്ഠിച്ച സത്യസന്ധത അതല്ലാതെ നിങ്ങളെ ഈ ഒരു സന്ദർഭത്തിൽ ഈ അപകടത്തിൽ നിന്ന് കരകയറ്റാൻ ഉണ്ടാവുകയില്ല എന്ന് അവർ മറ്റു ചിലരോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ആ സത്യസന്ധത എങ്ങനെ രക്ഷപ്പെടുത്തുമെന്ന് കൂടെ ആ കൂട്ടത്തിലുള്ള ആൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ വളരെ സത്യസന്ധമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് വേറെ ഒരു നിരക്കും കാപട്യമോ കള്ളത്തരമോ മനസ്സിൽ വന്നു ചേരാത്ത നിരക്ക് സത്യസന്ധമായി ചെയ്ത പ്രവർത്തനങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ആ പ്രവർത്തനങ്ങളെ മുൻനിർത്തി ഓരോരുത്തരും ചോദിക്കട്ടെ. അങ്ങനെ ആ ഹദീസിൽ കാണാൻ സാധിക്കും, ഓരോരുത്തരായി അവർ അവരുടെ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൽക്കർമ്മം എടുത്തു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഓരോരുത്തരുടെയും ആ പ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞതിന് ശേഷം വാക്കുകൾ നമുക്ക് ഹദീസിൽ കാണാം. ഓരോരുത്തരും പറയുകയാണ്, അപ്പേ ഞാൻ ഈ ചെയ്ത പ്രവർത്തനമുണ്ടല്ലോ, അത് നിനക്കറിയാം, നിന്നെ ഭയപ്പെട്ടതുകൊണ്ടാണ്, നിന്നെ സൂക്ഷിച്ചതുകൊണ്ടാണ്, നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചതുകൊണ്ടാണ് ഞാൻ ഈ പ്രവർത്തനം പ്രവർത്തിച്ചത് എന്ന് നിനക്കറിയുമെങ്കിൽ റബ്ബേ ഈ അപകടത്തിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റബ്ബേ. ഒന്നാമത്തെ മനുഷ്യൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഹദീസിൽ കാണാം, ഈ കല്ലും കളകാൻ തുടങ്ങി, കുറച്ചൊന്ന് മാറാൻ തുടങ്ങി. രണ്ടാമത്തെ മനുഷ്യനും ഒന്നാമത്തെ മനുഷ്യന്റേതുപോലെ അയാളുടെ ജീവിതത്തിലുണ്ടായ അനുഭവം വിവരിച്ച് റബ്ബിനോട് ഇതുപോലെ തന്നെ പറഞ്ഞു, റബ്ബേ ഞാൻ ചെയ്തതിന്റെ പ്രീതിക്കാണെങ്കിൽ ഞങ്ങളെ അകപ്പെട്ട ഈ പ്രയാസത്തിൽ നിന്ന് നീ കരകയറ്റണേ റബ്ബേ. ഹദീസിൽ കാണാൻ സാധിക്കും, കല്ല് കുറച്ചുകൂടെ നീങ്ങി അവർക്ക് ആകാശം വെളിവാകുമാറ് കല്ല് അവരിൽ നിന്ന്, അല്ലെങ്കിൽ ആ മുഖത്ത് നിന്ന് നീ എന്നാണ്. ഇനി മൂന്നാമത് മനുഷ്യൻ കൂടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഫറജല്ലാഹു അൻഹും ഫഖറജൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രയാസത്തിൽ നിന്ന് അവർക്ക് വിടുതൽ കൊടുക്കുകയും അവരങ്ങനെ പുറപ്പെട്ടു പോവുകയും ചെയ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരന്മാരെ, ഇതുപോലെ സമാനമായ നിലക്ക് സംഭവങ്ങൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും റബ്ബുമൊക്കെ പല സംഭവങ്ങളും വിശുദ്ധ ഖുർആനിലൂടെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുവചനങ്ങളിലൂടെ പഠിപ്പിച്ചു നൽകുകയാണ്. അതെന്തിനു വേണ്ടിയാണ് പ്രവാചകൻ നമുക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പഠിപ്പിച്ചു നൽകുന്നത്? അത് കേവലം കേട്ടാസ്വദിച്ച് സമയം നഷ്ടപ്പെടുത്താനല്ല. ആ സംഭവത്തിൽ നിന്ന് എനിക്കും നിങ്ങൾക്കുമൊക്കെ ഉൾക്കൊള്ളാനുള്ള ഗുണപാഠങ്ങൾ എന്താണ്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രയാസം നേരിട്ടാൽ, ഇങ്ങനെ ഒരു പ്രതിസന്ധി കടന്നു വന്നാൽ അതെങ്ങനെ തരണം ചെയ്യാം എന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു നൽകുകയാണ്. ഇതുകൊണ്ടാണ് വിശദമായ റബ്ബ് പറയുന്നു, പ്രവാചകരെ അവർക്ക് നീ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വിളിച്ചു കൊടുക്കുക, ഒരു പക്ഷേ അവർ ചിന്തിച്ചേക്കാം. ഓരോ സംഭവവും
നമ്മൾ ചിന്തിക്കുന്നതായിരിക്കണം. നമ്മളുടെ ജീവിതത്തിൽ എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നേരിടുന്ന ഓരോ ഘട്ടങ്ങളെയും എങ്ങനെ തരണം ചെയ്യണമെന്നും എങ്ങനെ നേരിടണമെന്നും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ഒക്കെ നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒന്നായിരിക്കണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ നോക്കുക, ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ച ഈ സംഭവത്തിൽ അവർ ഓരോരുത്തരും അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു കൈകാര്യം ചെയ്തത് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളാണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നേരിട്ടുകൊണ്ടിരിക്കുന്ന പല പ്രയാസഘട്ടങ്ങളുണ്ടായിരിക്കും, പല ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും. ആ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും ഒക്കെ എങ്ങനെ തരണം ചെയ്യേണ്ടതുണ്ട്. അതിൽ ഏറ്റവും നല്ല, ഏറ്റവും പ്രയോജനപ്രദമായ ഒരു കാര്യമാണ് നമ്മളുടെ സകല പ്രവർത്തനങ്ങളും റബ്ബിൽ ഏൽപ്പിക്കുക, റബ്ബിന് വേണ്ടിയായിത്തീരുക എന്നുള്ളത്. അപ്പോ ഇവിടെ ഈ മനുഷ്യന്മാര് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുമ്പോൾ അവർ മുൻപിലേക്ക് വെച്ച പ്രവർത്തനങ്ങളുടെ പ്രത്യേകത അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചതാണ്. അതും അവർ ഏറ്റുപറഞ്ഞത് അവരുടെ ജീവിതത്തിലെ ഒരു പ്രവർത്തനമാണ്. അവർ അവരുടെ ജീവിതത്തിൽ ചെയ്ത ഒരു പ്രവർത്തനം എടുത്തു പറഞ്ഞുകൊണ്ട് ആ പ്രവർത്തനത്തെ മുൻനിർത്തിയിട്ടാണ് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത്. സഹോദരന്മാർ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന സൽക്കർമ്മങ്ങൾ അത് ഇത്തരത്തിൽ റബ്ബിനു വേണ്ടി മാത്രമാക്കി കഴിഞ്ഞാൽ, അത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രീതി മാത്രം മുൻനിർത്തി നമ്മൾ പ്രവർത്തിച്ചാൽ അത് നമ്മളെ ഏതൊക്കെ പ്രയാസത്തിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് കരകയറ്റാവുന്നതും നാളെ പരലോകത്ത് നമുക്ക് എത്രമാത്രം വലിയ സംരക്ഷണമായി അത് മാറും. അതുകൊണ്ട് ഞാൻ നിങ്ങളുമൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെറുതാവട്ടെ വലുതാവട്ടെ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ലക്ഷ്യമിടുക. സത്യസന്ധമായി നമുക്ക് ഏത് പ്രവർത്തനങ്ങളും ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. നമ്മൾ ഏൽപ്പിക്കപ്പെട്ട പല ഉത്തരവാദിത്തങ്ങളുണ്ടായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലതൊക്കെ ചെറുതായിരിക്കും, പക്ഷേ ജനങ്ങൾക്ക് അത് വലുതായിരിക്കും. ഓരോ ഉത്തരവാദിത്തങ്ങളും നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം അത് ചെയ്യേണ്ടത്. റബ്ബുമായി ബന്ധപ്പെട്ട് നിർവഹിക്കേണ്ട ഓരോ കർമ്മങ്ങളുണ്ട്, ഹഖൂഖുകളുണ്ട്, ബാധ്യതകളുണ്ട്. അതെങ്ങനെ നിർവഹിക്കണം? അത് ഈ പറയപ്പെട്ടതുപോലെ റബ്ബിന്റെ വജഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് ഇതിലൊന്നാമത് നമ്മൾ തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട ഒരു ഘടകം. രണ്ടാമത് സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്താണ് പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്. നിരന്തരം അവന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയുമായി അവൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും, അല്ലാഹുവുമായി അവൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. അതെങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? നിരന്തരമായ പ്രാർത്ഥനയിലൂടെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരു മടിയും കൂടാതെ നമുക്ക് ചോദിക്കാൻ സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും. പ്രവാചകരോട് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ എന്നോട് ചോദിക്കുക, എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അപ്പൊ റബ്ബ് നമ്മളോട് പറയുന്നു, നമുക്ക് ആവശ്യങ്ങളുണ്ടെങ്കിൽ, നമുക്ക് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് റബ്ബിലേക്കാണ് സമർപ്പിക്കേണ്ടത്, റബ്ബിലേക്കാണ് ആ കാര്യങ്ങൾ ചോദിക്കേണ്ടത്. അതല്ലാതെ റബ്ബിൽ നിന്ന് ആ പ്രാർത്ഥനകളെ വഴിതിരിച്ച് മറ്റുള്ളവരിലേക്ക് വിട്ടാൽ റബ്ബ് തന്നെ പറയും, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി. ഈ പ്രാർത്ഥനയിൽ നിന്ന് അഹങ്കരിച്ചുകൊണ്ട് വിമുഖത കാണിച്ച് പിന്മാറുന്ന ആളുകൾ സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ, നിന്ദ്യരായി നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. അപ്പൊ റബ്ബിനോട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ ചോദിക്കാൻ, നിരന്തരമായി നമുക്ക് ബന്ധപ്പെടാൻ, നമ്മുടെ മനസ്സ് എപ്പോഴും റബ്ബുമായി ആ നിലക്ക് ഒരു ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ എന്ത് പ്രയാസങ്ങളും റബ്ബിനോട് ഏറ്റുപറയുക. നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് സലഫുകളുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏതൊരു പ്രയാസങ്ങളും അവരെ ഏൽപ്പിച്ചിരുന്നത് റബ്ബിനെയാണ്, പറഞ്ഞിരുന്നത് റബ്ബിനോടാണ്, സഹായം ചെയ്യുന്നത് അല്ലാഹുവിനോടാണ്. അതുകൊണ്ട് സഹോദരന്മാർ, നമ്മൾ എന്തുണ്ടെങ്കിലും അത് നമുക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന ശാരീരികമായ പ്രയാസങ്ങളായിരിക്കാം, നമ്മളെ ബാധിച്ചിട്ടുള്ള മാനസികമായ വലിയ വലിയ മനസംഘർഷങ്ങളായിരിക്കാം, സാമ്പത്തികമായി നമ്മളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളായിരിക്കാം. അതൊന്നുമല്ല എങ്കിൽ ചിലപ്പോൾ നമ്മളേറെ സ്നേഹിക്കുന്ന, നമ്മൾ വളരെയേറെ സ്നേഹിക്കുന്ന നമ്മളുടെ മക്കൾ, നമ്മളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അവരിലേക്കൊക്കെ വന്നു ചേർന്നിട്ടുള്ള പ്രയാസങ്ങളായിരിക്കാം. നമുക്കിതിനൊക്കെ നമുക്ക് ചോദിക്കാനുള്ളത്, നമ്മളുടെ പ്രയാസം ഇറക്കി വെക്കാനുള്ളത് റബ്ബിനോടാണ്. ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം
നമ്മൾ ചിന്തിച്ചു നോക്കുക, അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ 3 ആളുകൾ ഒരു ഗുഹയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ആരാണ് രക്ഷിക്കാനുള്ളത്? ആരാണ് അവിടെ നിന്ന് അവർക്ക് പുറത്തു കിടക്കാനുള്ളത്? ഒരു മാർഗവുമില്ല. പക്ഷേ അവർ റബ്ബിൽ ബലമേൽപ്പിക്കുകയാണ്, റബ്ബിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ്, അവർ മനസ്സിൽ ഉറപ്പിക്കുന്നു. പ്രാർത്ഥനയുടെ ഗുണമാണ്. ചിന്തിക്കണം, നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അദബാണ്, മര്യാദയാണ്, അല്ലെങ്കിൽ അതിന് പാലിക്കേണ്ട ഒരു നിബന്ധനയാണ്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്റെ റബ്ബിന് മറുപടി നൽകുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കണം. ആലോചിക്കണം, ഈ ഗുഹാമുഖം അടഞ്ഞ് ആ കല്ല് അത് മാറുക എന്ന് പറഞ്ഞാൽ ഈ 3 ആളുകളെ സംബന്ധിച്ചിടത്തോളം തള്ളി നീക്കാൻ തക്ക രൂപത്തിലുള്ള ഒരു ചെറിയ കല്ലായിരുന്നെങ്കിൽ അവർ തള്ളി നീക്കുമായിരുന്നു. എത്രമാത്രം വലിയ കല്ല് ആ ഗുഹാമുഖത്ത് വന്നടഞ്ഞ് അത് തള്ളി നീക്കാൻ പോലും സാധിക്കാത്തത്ര വലിയ കല്ല് വന്നടയുമ്പോ ഞാൻ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ എന്റെ റബ്ബ് മറുപടി കേൾക്കുമെന്നും ഉത്തരം നൽകുമെന്നുമുള്ള ഉറച്ച വിശ്വാസമായിരുന്നു അവർക്ക്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രയാസഘട്ടങ്ങളിലും നമുക്ക് അല്ലാഹുവിലേക്ക് കൈ ഉയർത്താൻ സാധിക്കേണ്ടതുണ്ട്, റബ്ബിനോട് ചോദിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഏത് വിഷയത്തിലാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥിക്കുക. റബ്ബ് തന്നെ നമ്മളോട് പറയുന്നു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. പ്രവാചകനോട് പറഞ്ഞു കൊടുക്ക്, അവരെന്നോട് ഒരു കാര്യം ചോദിക്കുക, ഞാൻ അവരോട് സമീപസ്ഥനാണ്. ചോദിക്കുകയാണെങ്കിൽ എന്നോട് ചോദിക്കും, ഞാൻ അവരുടെ സമീപസ്ഥനാണ്. ഒരു ഇടയാളത്തെയും ആവശ്യമില്ല, ഒരിടത്തേട്ടവും ആവശ്യമില്ല. നമുക്ക് റബ്ബിലേക്ക് നേരിട്ട് ചോദിച്ചാൽ മതി. ആ റബ്ബിനെ വേറൊരു നിലക്കും ഒരു വലിയനെയോ ഒരു കബറാളിയെയോ ഒരാളെയും നമുക്ക് മുൻനിർത്തി അവരോട് ചോദിച്ച് അവർ മുഖേന റബ്ബിലേക്ക് കാര്യങ്ങൾ ചെലുത്തുന്ന ഒരവസ്ഥയില്ല. റബ്ബ് തന്നെ വിശുദ്ധ ഖുർആനിലൂടെ കൃത്യമായി പറഞ്ഞു നൽകുന്നു, ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കുക. കാരണം ഞാൻ അവരോട് സമീപസ്ഥനാണ്. ചോദിക്കുന്ന ആളുകൾക്ക് മറുപടി കൊടുക്കുന്നത് ഞാനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറഞ്ഞു പഠിപ്പിച്ചിരിക്കുകയാണ്. മൂന്നാമത്തെ സഹോദരന്മാരെ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഞാനും നിങ്ങളുമൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന വളരെ വലിയൊരു ഗുണപാഠമുണ്ട്. നമ്മളുടെ നിത്യജീവിതത്തിൽ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട മറ്റൊരു മര്യാദ, മറ്റൊരു അദബ് ഈ സംഭവം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അഥവാ റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാനുള്ള ഒരു കാരണമായി ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആലയോട് തവസ്സുലാക്കി പ്രാർത്ഥിക്കുക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തവസ്സുലാക്കി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമെന്ന് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ്, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വബ്തഗൂ ഇലൈഹിൽ വസീല, നിങ്ങൾ വസീലയെ സ്വീകരിക്കുക. നിങ്ങളൊരു വസീലയെ സ്വീകരിക്കുക, ഒരു ഇടത്തേട്ടം, ഒരു ഇടമാർഗം നിങ്ങൾ സ്വീകരിക്കുക. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ഏതെങ്കിലും നിലക്ക് അല്ലാഹുവിന് പുറമെയുള്ള ഔലിയാക്കന്മാരോടോ അമ്പിയാക്കന്മാരോടോ മഹാന്മാരോടോ ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് അവർ അല്ലാഹുവിനോട് ചോദിക്കട്ടെ, അങ്ങനെ ഒരു ഇടത്തേട്ടം സ്വീകരിക്കുക എന്നുള്ളതാണോ? ഒരിക്കലുമല്ല. അങ്ങനെ ഒരു ഇടത്തേട്ടം വിശുദ്ധ ഖുർആനിലോ ഹദീസിലോ മഹാന്മാരായ സലഫ് സ്വാലിഹീങ്ങളുടെ ജീവിതത്തിലോ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. മറിച്ച് റബ്ബും റസൂലും നമുക്ക് പഠിപ്പിച്ചു നൽകിയ ചില ഇടത്തേട്ടങ്ങളുണ്ട്. ശറഈൽ സ്ഥിരപ്പെട്ട ചില ഇടത്തേട്ടങ്ങളുണ്ട്. ആ ഇടത്തേട്ടങ്ങൾ സ്വീകരിച്ചുകൊണ്ടായിരുന്നു അമ്പിയാക്കന്മാരും സ്വാലിഹീങ്ങളും ഒക്കെ അവരുടെ പ്രാർത്ഥനകൾ നിർവഹിച്ചിരുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു. അപ്പോൾ പറയുകയാണ്, ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന ഇലൈഹിൽ വസീല. ആ ആളുകൾ അഥവാ അമ്പിയാക്കന്മാരായിക്കൊള്ളട്ടെ, സ്വാലിഹീങ്ങളായിക്കൊള്ളട്ടെ, മഹാന്മാരായിക്കൊള്ളട്ടെ, അവരൊക്കെ റബ്ബിലേക്ക് പ്രാർത്ഥിച്ചിരുന്നത് ഇലാ റബ്ബിഹിൽ വസീല, വസീല സ്വീകരിച്ചുകൊണ്ടായിരുന്നു. എന്താ വസീല എന്ന് പറഞ്ഞാൽ? അഴമാക്കൾ പറയുന്നത് 3 നിലക്ക് നമുക്ക് റബ്ബിനോട് ഇടത്തേട്ടം സ്വീകരിക്കാം. റബ്ബിനോട് പ്രാർത്ഥന സ്വീകരിക്കപ്പെടാനുള്ള 3 രൂപങ്ങളുണ്ട്. വസീല സ്വീകരിക്കാനുള്ള 3 രൂപങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമഗുണ വിശേഷണങ്ങൾ മുൻനിർത്തി റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമഗുണ വിശേഷണങ്ങൾ മുൻനിർത്തി റബ്ബിനോട് തേടുക. അപ്പോൾ പറയുന്നു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഉത്തമമായ നാമങ്ങളുണ്ട്. അതുകൊണ്ട് ഫദ്ഉഹു ബിഹാ,
നിങ്ങൾ ആ നാമങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുക. കേട്ടോ, ആ നാമങ്ങൾ പ്രാർത്ഥനകളുടെ മുന്നോടിയായി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളത് പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാനുള്ള സാധ്യത അത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. അതിന് ഒരു ഉദാഹരണമാണ് അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ അദ്ദേഹത്തോട് കൂടെ പള്ളിയിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് ഒരു മനുഷ്യൻ അവിടെ നമസ്കരിക്കുന്നുണ്ട്. ആ നമസ്കാര സമയത്ത് അയാൾ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്ന ലകൽ ഹംദ. ഇങ്ങനെ തുടങ്ങിയ പ്രാർത്ഥന അദ്ദേഹം നിർവഹിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് കാണാം അദ്ദേഹം പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം. ഇങ്ങനെയാണ് അദ്ദേഹം പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ അവിടെ പറയുകയാണ്, ലഖദ് ദഅല്ലാഹ ബിസ്മിഹിൽ അസീം. ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തരമായ നാമം കൊണ്ടാണ്. ആ നാമത്തിലൂടെയാണ് ഇയാൾ റബ്ബിനോട് പ്രാർത്ഥിച്ചത്. എന്താ ആ നാമത്തിന്റെ പ്രത്യേകത? അല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ. ആ നാമങ്ങൾ ഉപയോഗപ്പെടുത്തിയ ഒരാൾ അല്ലാഹുവോട് പ്രാർത്ഥിച്ചാൽ അയാൾക്ക് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും. റബ്ബ് സുബ്ഹാനഹു വ തആല അയാളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കും. വഇദാ സുഇല ബിഹി അഅതാ. എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ച കാര്യം അയാൾക്ക് നൽകുകയും ചെയ്യും. അങ്ങനെയുള്ള റബ്ബിന്റെ അഅലമായ ഇസ്മ കൊണ്ടാണ് അയാൾ പ്രാർത്ഥിച്ചത്. അപ്പോൾ അയാൾക്ക് മറുപടി കിട്ടുമെന്ന് ആര് പറയുകയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. കണ്ടോ സഹോദരന്മാരെ, ഇവിടെ ആ മനുഷ്യൻ അല്ലാഹുവിന്റെ നാമങ്ങൾ മുൻനിർത്തി ആ നാമങ്ങളിൽ തന്നെ ഹയ്യും ഖയ്യൂമും പോലെയുള്ള ഏറ്റവും സ്വീകാര്യമായ റബ്ബിന്റെ നാമങ്ങൾ കൊണ്ടാണ് അയാൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഇത്തരത്തിലുള്ള മര്യാദകൾ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ നമ്മൾ പഠിക്കണം. ആ നാമങ്ങളിൽ ഉൾക്കൊണ്ടിട്ടുള്ള സിഫാത്തുകൾ, വിശേഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അല്ലേ, നമുക്ക് നമ്മളുടെ റബ്ബിനെ കുറിച്ച് പഠിക്കണ്ടേ? ആ റബ്ബിന്റെ വിശേഷണങ്ങളെ കുറിച്ച് മനസ്സിലാക്കണ്ടേ? സഹോദരന്മാരെ, അത് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണം. അങ്ങനെ മനസ്സിലാക്കിയത് പഠിച്ച് നമ്മുടെ റബ്ബിനോട് റബ്ബിന്റെ സിഫത്തുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് റബ്ബിനോട് ആ നാമങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കുമ്പോൾ സഹോദരന്മാരെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അത് വ്യത്യാസമുണ്ട്. നമ്മൾ ഏതെങ്കിലും നിലക്ക് കേവലം ഒന്ന് പ്രാർത്ഥിച്ചു പോകുക എന്നതിനപ്പുറത്തേക്ക് റബ്ബിന്റെ അങ്ങേയറ്റം മഹത്തരമായ നാമങ്ങളെ മുൻനിർത്തി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കാൻ കൂടുതൽ കാരണമാണ് എന്നാണ് ഈ ഹദീസുകളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള മര്യാദകൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وعلى آله وصحبه أجمعين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ നിർവഹിക്കുന്ന പ്രാർത്ഥനകൾ അതിൽ വസീലയെ സ്വീകരിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു നൽകിയ ആ വസീല, ഇടത്തേട്ടം, അതിന് ഒരു രൂപമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ശർഅ പഠിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത കാര്യമാണ്. അതിൽ അവശേഷിക്കുന്ന രണ്ട് രൂപങ്ങൾ, അതിലൊന്ന് ഖുത്ബയുടെ ആദ്യ ഭാഗത്ത് നമ്മൾ കേട്ടതുപോലെ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളെ മുൻനിർത്തി റബ്ബിനോട് ചോദിക്കുക എന്നതാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ വേറെ ഒരു ലക്ഷ്യം മുന്നിൽ കാണാതെ എന്റെ റബ്ബിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട്, അവന്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ട്, ആ റബ്ബിന്റെ മുഖം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിച്ച പ്രവർത്തനം, സഹോദരന്മാരെ, ആ പ്രവർത്തനം നമ്മൾ മുൻനിർത്തി റബ്ബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അകപ്പെട്ട പ്രയാസത്തിൽ നിന്ന് റബ്ബ് നമ്മളെ കരകയറ്റുമെന്നുള്ളതാണ്. അതാണ് ഈ സംഭവം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതാണ് രണ്ടാമത്തെ തവസ്സുൽ എന്ന് പറഞ്ഞാൽ, അഥവാ നമ്മളുടെ സൽക്കർമ്മങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അത് നമ്മളുടെയൊക്കെ വിശുദ്ധമായി പഠിപ്പിക്കപ്പെട്ട പല പ്രാർത്ഥനകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ പ്രാർത്ഥനയെ പഠിപ്പിച്ചു നൽകുന്നതാണ്. റബ്ബനാ ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി
റബ്ബേ, ഞങ്ങളൊരാൾ വിളിച്ചു പറയുന്നത് കേട്ടു. അയാൾ വിളിച്ചു പറയുന്നത് ഞങ്ങൾ കേട്ടു. എന്തിനെ കുറിച്ച്? ഈമാൻ, സത്യവിശ്വാസത്തെ കുറിച്ച്. സത്യവിശ്വാസം സ്വീകരിക്കണമെന്ന് ഉത്ബോധനം നൽകുന്ന, അത് വിളിച്ചു പറയുന്ന ഒരാളുടെ വിളിച്ചു പറയാൻ ഞങ്ങൾ കേട്ടു, ഞങ്ങളത് സ്വീകരിച്ചു. നിങ്ങൾ ആ ഈമാൻ സ്വീകരിക്കണം, റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ. ആ സമയത്ത് റബ്ബെ, ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങൾ വിശ്വാസികളായി തീർന്നു. എന്നതിന് ശേഷം നമ്മൾ ചോദിക്കുന്നത് എന്താ? റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ. അതുകൊണ്ട് റബ്ബേ, നീ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു നൽകണമേ. വകഫിർ അന്നാ സയ്യിആതിനാ, ഞങ്ങൾക്ക് നീ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് തരണേ. കേട്ടോ, ഈ പ്രാർത്ഥനയുടെ രൂപം നമ്മൾ ചിന്തിച്ചു നോക്കുക. നമ്മളുടെ വിശ്വാസത്തെ മുൻനിർത്തിയിട്ടാണ് റബ്ബിനോട് നമ്മൾ ചോദിക്കുന്നത്. എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതായി കാണുന്നത് നമ്മുടെ സമ്പത്തോ സമ്പാദ്യമോ നമ്മുടെ മക്കളോ നമ്മുടെ കുടുംബ മഹിമയോ നമ്മുടെ ജോലിയോ ഒന്നുമല്ല. എനിക്കും നിങ്ങൾക്കും ഒക്കെ ലഭിച്ച വിശ്വാസമെന്ന അതിമഹത്തരമായ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം റബ്ബ് എനിക്ക് അറിയിച്ചു നൽകിയപ്പോൾ ഞാനത് സ്വീകരിച്ചു, എന്റെ ജീവിതത്തിൽ ഞാൻ പാലിച്ചു. അതുകൊണ്ട് റബ്ബെ, എനിക്ക് കൊടുത്തന്നെ. അത് സ്വീകരിച്ചതിന് ശേഷവും എന്റെ ജീവിതത്തിൽ എത്രയോ അബദ്ധങ്ങൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട്. അതൊക്കെ നീ എനിക്ക് വിട്ടുവീഴ്ച ചെയ്ത് തരണേ റബ്ബേ എന്നുള്ള ഈ പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചല്ലോ. നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളെ മുൻനിർത്തി റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്നതിനൊരു ഉദാഹരണമാണ് നമുക്കിത് പഠിപ്പിച്ചു നൽകുന്നത്. മൂന്നാമത്തേത് സഹോദരന്മാരെ, അതും നമ്മൾക്ക് ഹദീസിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു രൂപമാണ്. അഥവാ സ്വാലിഹീങ്ങളായ ആളുകളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക എന്നുള്ളത്. നമുക്ക് നേരിട്ടിരിക്കുന്ന ഏതെങ്കിലും പ്രയാസങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ സ്വാലിഹീങ്ങളായ ആളുകളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക എന്നുള്ളത് അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സ്വഹാബത്ത് പ്രവാചകന്റെ അടുക്കൽ വരുമായിരുന്നു. അവർക്ക് വലിയ വലിയ പ്രയാസങ്ങളൊക്കെ നേരിടും, അല്ലെങ്കിൽ വെള്ളമില്ലാതെ മഴയില്ലാതെ ബുദ്ധിമുട്ടുന്ന സമയത്തൊക്കെ അവര് പ്രവാചകന്റെ അടുക്കലേക്ക് വരുമായിരുന്നു. എന്നിട്ട് പ്രവാചകനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുമായിരുന്നു. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയും അവർക്ക് മഴ ലഭിക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങളൊക്കെ നമുക്ക് ഹദീസുകളിലൂടെ അറിയാം. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം പ്രവാചകന്റെ അമ്മായിരുന്ന പിതൃവിനായിരുന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്കാണ് സ്വഹാബികൾ പോയത് എന്നും ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതായി കാണാം. എന്നിട്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ അവർ ആവശ്യപ്പെടുകയാണ്, മഴയിൽ നിന്ന് മഴ ലഭിക്കാൻ വേണ്ടി. അപ്പൊ സഹോദരന്മാരെ, ഇത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അതിന്റെ അർത്ഥം ഏതൊരു മുസ്ലിമിനെ കണ്ടാലും ഏതൊരു മനുഷ്യനെ കണ്ടാലും അയാളൊക്കെ പ്രാർത്ഥിക്കാൻ പറയുന്ന ഒരു പ്രവണത അതല്ല അവർ ഉദ്ദേശിക്കുന്നത്. മറിച്ച് സ്വാലിഹീങ്ങളാണ്, ജീവിതത്തിൽ നിഷ്ഠ പാലിക്കുന്നവരാണ്, സൂക്ഷ്മത പാലിക്കുന്നവരാണ് എന്ന തോന്നുന്ന ആളുകളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത്. ഇതാണ് നമുക്ക് അത്തരത്തിൽ കാണാൻ സാധിക്കുന്നത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു നൽകുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ നേട്ടങ്ങൾ, ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന സുന്നത്തുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതല്ലാതെ ഇന്ന് സമൂഹത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ വസീല, അനുവദിക്കപ്പെട്ട തവസ്സുലാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹുവല്ലാത്തവരോട് ഇടത്തേട്ടമായി സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, അത് സഹോദരന്മാരെ ശിർക്കാണ്, അത് കൊടിയ പാപമാണ്. ഒരു മനുഷ്യനെ നരകത്തിലേക്ക് തള്ളിയിടുന്ന, ശാശ്വതനായി അവരെ ആ നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന ശിർക്ക് എന്ന അത്യന്തം അപകടകരമായ കാര്യമാണ് ഇന്ന് നാട്ടിൽ തവസ്സുൽ എന്ന പേരിൽ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ശറഅയിൽ അനുവദിക്കപ്പെട്ട തവസ്സുലുണ്ട്. അതാണ് നമ്മൾ നേരത്തെ ഈ സംസാരത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ ശറഅയിൽ അനുവദിക്കപ്പെട്ട തവസ്സുലിന് പ്രാധാന്യം കൊടുക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരിക. പലപ്പോഴും ഈ പറയപ്പെട്ട പഠിപ്പിക്കപ്പെട്ട സുന്നത്തുകളൊക്കെ നമ്മൾ കൈപിടിച്ച് ശിർക്കും വിദഅത്തുമായ പലരെയും സ്വീകരിക്കുമ്പോൾ എന്തുണ്ടാവുക? സുന്നത്ത്, ഇങ്ങനെയൊരു സുന്നത്ത് സമൂഹത്തിൽ നിലനിൽക്കുന്നു അല്ലെങ്കിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക പോലും സാധ്യമല്ലാത്ത രൂപത്തിൽ ജനങ്ങളിലേക്ക് അജ്ഞത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറയപ്പെട്ട സുന്നത്തുകളെ കുറിച്ചൊന്നല്ല ആളുകൾ ചിന്തിക്കുക. ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ സാധ്യതയുള്ള കാരണങ്ങളാണ് എന്ന് പോലും ജനങ്ങൾ വിസ്മരിച്ചു പോയി. ഇപ്പൊ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാനുള്ള ഏറ്റവും സാധ്യമായ കാരണം എന്താണ്? അല്ലാഹുവല്ലാത്ത വലിയകളെ, സ്വാലിഹീങ്ങളെ, അമ്പിയാക്കന്മാരെ ഇവരോടൊക്കെ പ്രാർത്ഥിക്കലാണ്. ഞങ്ങളുമില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, കൃത്യമായി ദീൻ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും പഠിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് അറിയാതെയും സംഭവിച്ചു പോയ
തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരന്മാർ, നമ്മുടെ ഉസ്താദുമാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും കബറിടങ്ങൾ വിശാലമാക്കുകയും നാളെ നമ്മോട് ഒരുമിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. آمين آمين. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട് കൊടും ചൂടിൽ ഉരുകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണുള്ളത്. മുമ്പൊന്നുമില്ലാത്ത വിധം ദിവസം കഴിയുന്തോറും ചൂട് വർദ്ധിച്ചു വരികയാണ്. പല നാടുകളിലെ കിണറുകളും അതുപോലെ തന്നെ ജലസ്രോതസ്സുകളും ഇല്ലാതായി ആളുകൾ കഷ്ടപ്പെടുകയും ഉറങ്ങാൻ കഴിയാത്ത, ജോലിയെടുക്കാൻ സാധിക്കാത്ത ചൂടിന്റെ കൊടുമ കൊണ്ട് പ്രയാസപ്പെടുന്ന സന്ദർഭമാണിത്. നമുക്കറിയാം, ഇതിന്റെ ഭൗതിക കാരണങ്ങൾ നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ടാകും. എന്നാൽ ഇതിന്റെ കാരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞത് എന്താണ്? അവിടുന്ന് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദസ്തദ്ദൽ ഹർ ഫബ്രിദു ബിസ്സലാഹ്. ചൂട് അത് കഠിനമായാൽ നിങ്ങൾ നിസ്കാരം അത് തണുപ്പിക്കുക. അഥവാ ളുഹറിന്റെ നേരത്ത് അത് ചൂടുള്ള സമയത്താണ് എങ്കിൽ അത് കുറച്ച് പിന്തിപ്പിച്ചുകൊണ്ട് ആ നിസ്കാരം അത് പിന്തിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. തൊട്ടുടനെ അവിടുന്ന് പറയുന്നു, ഫഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നമ്മളിതാ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ചൂടുണ്ടല്ലോ, അത് നരകത്തിന്റെ ആവിയാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരുന്നു. നോക്കൂ സഹോദരങ്ങളെ, ഈ ഹദീസിനെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരു സന്ദർഭമാണിത്. ചൂട് സഹിക്കാൻ വയ്യാതെ നമ്മുടെ ഉപകരണങ്ങളും മറ്റും നിന്നുപോയാൽ, കറണ്ട് അതില്ലാതായി കഴിഞ്ഞാൽ നമ്മൾ പറയുകയാണ്, നമുക്ക് സഹിക്കുന്നില്ല, നമുക്കത് സാധിക്കുന്നില്ല, അത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ പറയുന്നു, നമുക്ക് താങ്ങാനാവുന്നില്ല എന്ന വാക്കുകൾ നമ്മൾ പറയുന്നു. അപ്പോൾ എന്തായിരിക്കും പ്രിയപ്പെട്ടവരെ നരകത്തിന്റെ ചൂട്? നമ്മൾ ആലോചിക്കണം, എന്തായിരിക്കും നരകത്തിന്റെ ചൂട് എന്നുള്ളത്. അതിന്റെ ആവി കാരണത്താലാണ് ഭൂമിയിൽ നമ്മൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചൂട് എന്നതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന് 2 നിശ്വാസം വിടാൻ അനുമതി നൽകിയിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ചൂട്. അതുപോലെ തന്നെ തണുപ്പ് കാലത്തും ഒരു നിശ്വാസം റബ്ബ് സുബ്ഹാനഹു വ തആല
നരകത്തിന് കൊടുക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ കഠിനമായ തണുപ്പും ഈ നരകത്തിന്റെ നിശ്വാസം കൊണ്ടാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നമുക്ക് അറിയിച്ചു തരുന്നു. സഹോദരങ്ങളെ, ഒരു യുദ്ധ സന്ദർഭത്തിൽ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ ആഹ്വാനം ചെയ്തപ്പോൾ ചില ആളുകൾ പറഞ്ഞില്ലേ, ലാ തൻഫിറു ഫിൽ ഹർ, ഇതാ ഈ ചൂടുകാലത്ത് നിങ്ങൾ യുദ്ധം ചെയ്യാൻ പോകരുത് എന്ന് ചില ആളുകൾ പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങ് പറഞ്ഞു കൊടുക്കണം, നാറു ജഹന്നമ അശദ്ദു ഹർറ, ഇതാ നരകത്തിന്റെ ചൂടുണ്ടല്ലോ അത് വളരെ കഠിനമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഈ ഒരു സന്ദേശമാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിൽ കൊണ്ടുവരേണ്ടത്. നരകത്തെ തൊട്ട് അല്ലാഹുവോട് കാവൽ ചോദിക്കേണ്ട സമയമാണിത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം പ്രിയപ്പെട്ടവരെ, ദുനിയാവിലെ ഈ ചൂട് പ്രകാരമാണ് എങ്കിൽ നരകത്തിന്റെ ചൂട് എങ്ങനെയായിരിക്കും? ഈ ചൂട് നമുക്ക് സഹിക്കാനാവുന്നില്ല എങ്കിൽ ആ കൊടും ചൂടിന്റെ കാഠിന്യം എത്രത്തോളമായിരിക്കും? അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സന്ദർഭമാണിത്. അതിനെന്താണ് സഹോദരങ്ങളെ നരകമെന്ന് നമ്മൾ അറിയണം. എന്താണ് നരകം എന്നുള്ളത് നമ്മൾ അറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ. അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെ തന്നെയും നിങ്ങളെ കുടുംബത്തെയും നരകത്തെ തൊട്ട് കാക്കണമേ എന്ന് അല്ലാഹു പറയുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു, വഖൂദുഹൻ നാസു വൽ ഹിജാറ, നരകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അതിലെ ഇന്ധനം, അതല്ല എങ്കിൽ അതിലെ വിറക് കൊള്ളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരും അതുപോലെ തന്നെ ചുട്ടുപഴുക്കപ്പെട്ട കല്ലുകളുമാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, അലൈഹാ മലായികതുൻ ഗിലാദുൻ ശിദാദ്, അതിലെ കാവൽക്കാരായ മലക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരുപരിക്കന്മാരായ കഠിന ഹൃദയമുള്ള ഒരാളോട് പോലും അനുകമ്പ കാണിക്കാത്ത മലായികത്തുകളാണ് അതിന്റെ കാവൽക്കാർ. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, അവർ ഒരു കാര്യവും അല്ലാഹു പറയുന്നത് ലംഘിക്കുകയില്ല. അല്ലാഹു എന്താണോ അവരോട് കൽപ്പിക്കുന്നത് അത് അതേപടി ചെയ്യുന്ന മലായികത്തുകളാണ് പ്രിയപ്പെട്ടവരെ നരകത്തിന്റെ കാവൽക്കാർ. സഹോദരങ്ങളെ, നരകത്തിന് പല പേരുകളും പറയപ്പെട്ടതായി കാണാം. നാർ എന്നും ജഹന്നം എന്നും സഈർ എന്നും ഹുതമ എന്നൊക്കെ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവിനെ നിഷേധിച്ചു കളഞ്ഞ, അല്ലാഹുവിൽ പങ്കുചേർത്ത ആളുകളുടെ താവളമാകുന്നു നരകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എത്ര കണ്ട് നമ്മൾ വർണ്ണിച്ചാലും യഥാർത്ഥ രൂപം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല നരകത്തിന്റേത്. എന്നിരുന്നാലും അല്ലാഹുവും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ നരകത്തെ പറ്റി ചില കാര്യങ്ങൾ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരാളെ നരകത്തിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്ദിച്ചിരിക്കുന്നു എന്നതാണ്. അവന് ലഭിച്ച ഏറ്റവും വലിയ അപമാനമാണ് നരകത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളുടെ ദുആയി പറഞ്ഞില്ലേ, റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈത, അല്ലാഹുവേ നീ നമ്മളെ നരകത്തിൽ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരുവനെ നരകത്തിൽ പ്രവേശിപ്പിക്കുകയാണ് എങ്കിൽ അതാണ് ഏറ്റവും വലിയ അപമാനം എന്ന് ചില ആളുകളുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എടുത്തു കൊടുത്തതായി കാണാം. മറ്റൊരായത്തിൽ കാണാം, അലം യഅലമു അന്നഹു മയുഹാദിദില്ലാഹ വ റസൂല, ആരാണോ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും എതിരെ പ്രവർത്തിച്ചു നിൽക്കുന്ന ആളുകൾ, ഫഇന്ന ലഹു നാറ ജഹന്നമ ഖാലിദീന ഫീഹാ, അവർ ഇതാ നരകത്തിൽ ശാശ്വതരായിരിക്കുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നു. നോക്കൂ പ്രിയപ്പെട്ടവരെ, പല കാര്യങ്ങളും നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കുന്നുണ്ട്. ചെയ്യണമെന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, നിങ്ങൾ വെടിയണമെന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ അഹങ്കാരം മൂലം, അതല്ല എങ്കിൽ ദുനിയാവിന്റെ എന്തെങ്കിലും തുച്ഛമായ ലാഭങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനും അവന്റെ റസൂലിനെയും നമ്മൾ എതിർപക്ഷത്താണ് വെക്കുന്നത് എങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നരകമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. നരകത്തിലെ പ്രധാന ശിക്ഷ തീ കൊണ്ടുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇന്ന് കാണുന്ന ഈ ദുനിയാവിലെ തീയല്ല നരകത്തിൽ ഉണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, നാറുക്കും ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം, നിങ്ങൾ ഇതാ ഈ ദുനിയാവിൽ നിങ്ങൾ കത്തിക്കുന്ന ഈ തീ ഉണ്ടല്ലോ, ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇരട്ടിയാണ്, 70 ഇരട്ടിയാണ് നാളെ നരകത്തിന്റെ തീ ചൂട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് പറഞ്ഞു കൊടുത്തു. നമ്മളുടെ മനസ്സിൽ വന്ന ഒരു ചോദ്യമുണ്ട്. അതേ ചോദ്യം സഹാബത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്. റസൂലേ
ഇൻ കാനത് ലകാഫിയ, റസൂലേ ഇത് തന്നെ മതിയായത് തന്നെയല്ലേ എന്ന് റസൂലിനോട് സഹാബത്ത് ചോദിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദുനിയാവിലെ തീ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ കത്തിക്കുന്ന തീയല്ല, അതല്ല എങ്കിൽ പുല്ല് കത്തിക്കുന്ന തീയല്ല. ദുനിയാവിൽ തന്നെ പല കോലത്തിലുള്ള തീകളാണുള്ളത്, നമ്മൾ മനസ്സിലാക്കണം. ഇതാ ചില സ്വർണ്ണ പണിക്കാർ അവരുടെ ഊലയിൽ ഊതുന്ന തീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന തീയല്ല. അതുപോലെ തന്നെ ലാവ നമുക്കറിയുന്നതാണ്, അതിന്റെ ചൂടും വളരെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നതാണ്. ദുനിയാവിൽ വെച്ച് ഏറ്റവും കഠിനമായ ചൂട് അതിന്റെ 70 ഇരട്ടി, മനസ്സിലാക്കണം. അതിന്റെ 70 ഇരട്ടിയാണ് സഹോദരങ്ങളെ നരകത്തിന്റെ തീ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നു. ചിന്തിക്കണം, നമ്മൾ ഇതാ ഈ ദുനിയാവിൽ ഇപ്പോൾ ഇതാ ഇതിനുള്ളിലായതിനാൽ നമുക്ക് വലിയ പ്രയാസമില്ല. പക്ഷെ നാളെ ഒരു തണലും ലഭിക്കാത്ത ഒരു ദിനം വരാനുണ്ട്. എല്ലാ ആളുകളും ഇതാ അവരുടെ അമാലുകൾ ഏത് രൂപത്തിലാണോ ആ രൂപത്തിൽ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന ചില രംഗം വരാനുണ്ട് പ്രിയപ്പെട്ടവരെ എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ ചിലരെങ്കിലും കരുതി കാണും, ഇങ്ങനെയുള്ള തീയാണെങ്കിൽ അതിനടുത്തെത്തുമ്പോൾ തന്നെ നമ്മൾ ഇല്ലാതാകുമല്ലോ, നമ്മൾ അങ്ങ് ഇല്ലാതാകുമല്ലോ, പിന്നീട് ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ല എന്ന ചിന്ത വന്നേക്കാം. എന്നാൽ അങ്ങനെയല്ല കാര്യം, അങ്ങനെയല്ല കാര്യം. അതിൽ നമ്മൾ മരിക്കുന്ന പ്രശ്നമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ, അതിൽ നിങ്ങൾ മരിക്കുകയുമില്ല ജീവിക്കുകയുമില്ല. വല്ലാത്തൊരു പ്രയോഗമാണത്. അതിൽ നിങ്ങൾ മരിക്കുകയുമില്ല ജീവിക്കുകയുമില്ല. എത്ര വെള്ളിയാഴ്ചകളിൽ നമ്മൾ കേൾക്കുന്ന ആയത്താണ് പ്രിയപ്പെട്ടവരെ. ഇത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ആയത്തിനെ പറ്റി നമ്മൾ ഉറ്റാലോചിച്ചിട്ടുണ്ടോ? അള്ളാഹു പറയുന്നു, നിങ്ങൾ നരകത്തിൽ ജീവിക്കുകയുമില്ല മരിക്കുകയുമില്ല എന്നൊരു പ്രയോഗം. സഹോദരങ്ങളെ, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്താണെന്ന് നമ്മൾ അറിയണം. നരകത്തിലെ ഏറ്റവും വലിയ ചെറിയ ശിക്ഷ എന്താണ് എന്നുള്ളത് നോക്കൂ പ്രിയപ്പെട്ടവരെ. ഇന്ന അഹ്വന അഹ്ലിൻ നാരി അദാബൻ മല്ലഹു നഅലാനി വശിറാകാനി മിൻ നാർ. ഇതാ നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെരുപ്പ് ധരിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു ചെരുപ്പ് ധരിപ്പിക്കുക എന്നുള്ളതാണ്. 2 വാറുള്ള ഒരു ചെരുപ്പ് അവരെ ധരിപ്പിക്കും. എന്താണ് പ്രിയപ്പെട്ടവരെ അത് ധരിപ്പിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ? യഗ്ലി മിൻഹുമാ ദിമാഗുഹു കമാ യഗ്ലി അൽ മിർജൽ. ഇതാ ചൂടുള്ള ചട്ടി നമ്മൾ കാണാറുണ്ടല്ലോ, അതിങ്ങനെ തിളക്കുന്നത് പോലെ ഒരുവന്റെ തലച്ചോറ് ഇങ്ങനെ കിടന്ന് തിളക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അടുത്ത ഭാഗമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരെയും ഭയപ്പെടുത്തേണ്ടത്. ഇത് കാണുമ്പോൾ ഇത് അനുഭവിക്കുന്നവൻ വിചാരിക്കുന്ന കാര്യം എന്താണ്? ഞാനാണ് നരകത്തിൽ ഏറ്റവും വലിയ ശിക്ഷ ലഭിക്കുന്നയാൾ, എനിക്കാണ് നരകത്തിൽ ഏറ്റവും വലിയ ശിക്ഷ ലഭിച്ചിരിക്കുന്നത് എന്ന് ചിന്തിച്ചു പോകും. ആര്? ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കുന്നവൻ. അതാണ് ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് തമാശക്ക് പോലും കളവ് പറയാത്ത മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരുന്നു. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കുക. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. അത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രൂപത്തിലായിരിക്കുകയില്ല. നരകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഭീമാകാരമായ ശരീരം നമുക്ക് നൽകപ്പെടും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഇന്നമാ ബൈന മൻകിബിൽ കാഫിർ ഫിന്നാരി മസീറത്തു 3 അയ്യാമിൽ ലിറാകിബിൽ മുസ്രി'. ഇതാ നരകത്തിലെ അള്ളാഹുവിനെ നിഷേധിച്ചു കളഞ്ഞ, സത്യത്തെ നിഷേധിച്ചു കളഞ്ഞ ആളുകളുടെ 2 പിരടികൾ തമ്മിലുള്ള ദൂരം 3 ദിവസം. എത്ര പെട്ടെന്ന് ഒരാൾക്ക് യാത്ര ചെയ്ത് ഒരു സ്ഥലത്തേക്ക് എത്താൻ സാധിക്കും, അത്രയും വേഗത്തിൽ ഒരാൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദൂരമുണ്ടാകുമോ അത്രയും വലിപ്പമായിരിക്കുമെന്ന് സത്യനിഷേധിയുടെ വലിപ്പമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, ലിർസുൽ കാഫിരി ഔനാബുൽ കാഫിർ മിസ്ലു ഉഹദ്. ഒരു സത്യനിഷേധിയുടെ പല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പല്ല്, ധാരാളം പല്ലുകളല്ല, ഒരു പല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഹദ് മലയോളം വലിപ്പം ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരുന്നു. അപ്പോൾ എത്രയും ഭീകരമായ ഭീമാകരമായ മല പോലുള്ള ഒരു മനുഷ്യനാക്കി മാറ്റും. നരകത്തിന്റെ ശിക്ഷ കൂടുതലായി അനുഭവിക്കാൻ വേണ്ടിയാണത്, നരകത്തിൽ കടന്നെരിയാൻ വേണ്ടിയാണത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കരുതിയേക്കാം കുറെ കിടക്കുമ്പോൾ ഇതങ്ങ് ശീലമാകുമെന്ന്. അതാദ്യം ഉണ്ടാകുന്ന ഒരു വേദനയിലെ പിന്നെ അതങ്ങ് ശീലമാകും എന്ന ചിന്ത നമ്മളിൽ വരുന്നുണ്ട് എങ്കിൽ അങ്ങനെ ആരും വിചാരിച്ചു പോകേണ്ടതില്ല. ഒരിക്കലും സഹിക്കാൻ പറ്റാത്തതാണത്. 1 തവണ നമ്മളെ നരകത്തിലിടുമ്പോൾ ഏതവസ്ഥയാണോ അതേ അവസ്ഥ തന്നെയാണ് നമുക്ക് എന്നെന്നും ഉണ്ടാവുക. അള്ളാഹു പറഞ്ഞില്ലേ, ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ സൗഫ നുസ്ലീഹിം നാറാ. നമ്മുടെ ആയാത്തുകളെ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു തള്ളിയ ആളുകൾ അവർ ഇതാ നരകത്തിലിട്ട് കരിക്കപ്പെടും. എന്നിട്ട് അള്ളാഹു പറയാണ്, കുല്ലമാ നൂലിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ. അവരുടെ തൊലികൾ അത് കത്തി നശിച്ചു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും 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 തൊലികൾ നൽകപ്പെടും. എന്നിട്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹു പറയുന്നു, ലിയദൂഖുൽ അദാബ്. എന്തിനു വേണ്ടിയാണത്? ആ നരക ശിക്ഷ അവരെ ആസ്വദിപ്പിക്കാൻ വേണ്ടി.
ആ നരകശിക്ഷ അവരെ ആസ്വദിപ്പിക്കാൻ വേണ്ടി എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നു. ഇനി ചിന്തിക്കൂ, നമുക്കിത് സഹിക്കാൻ സാധിക്കുമോ? നമ്മുടെ തൊലികൾ അതില്ലാതായി കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന അവസ്ഥ ഈ രൂപത്തിലായിരിക്കുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നു. സഹോദരങ്ങളെ, അതിനാൽ ഈ ദുനിയാവിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ദുനിയാവിലെ ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിധിയും പരിമിതിയും ഉള്ളതാണ്. എന്നാൽ ആഖിറത്തിലേത് അങ്ങനെയല്ല. അതിനൊരു പരിധിയും പരിമിതിയും ഉള്ളതല്ല. ഒരിക്കലും നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത ശിക്ഷയാണ് നരകത്തിൽ. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ദുനിയാവിലെ ശിക്ഷകൾ എന്ന് പറഞ്ഞാൽ ഒരാൾ 10 ആളുകളെ കൊന്നു കഴിഞ്ഞാൽ അതിൽ നമുക്ക് പകരം വീട്ടാൻ സാധിക്കുക ഒരാളെ കൊന്നതിന്റെ പകരം മാത്രമാണ്. ബാക്കി 9 പേരെ ശിക്ഷിച്ചതിന്റെ ശിക്ഷ ഇയാൾക്ക് എങ്ങനെയാണ് ലഭിക്കുക എന്നുള്ളതാണ്. എന്നാൽ നരകത്തിൽ അങ്ങനെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. ആരാണ് ഉറുമ്പിന്റെ കാലടിയോളം നന്മ ചെയ്യുന്നത് അതിന്റെ പ്രതിഫലം അവൻ കാണുക തന്നെ ചെയ്യും. എന്നിട്ട് അല്ലാഹു പറയുന്നു, വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ആരാണോ തിന്മകളും മ്ലേച്ഛതകളും ചെയ്യുന്ന ആളുകൾ, ആ ചെയ്തത് ഒരു ഉറുമ്പിന്റെ കാലടിയോളമാണ് എങ്കിലും അവർ അതിന്റെ പ്രതിഫലം കാണുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു നമുക്ക് അറിയിച്ചു തരുന്നു. ഇത് മാത്രമല്ല സഹോദരങ്ങളെ, ദുനിയാവിൽ കുറ്റങ്ങൾ ചെയ്താൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് ധാരാളം പഴുതുകളുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ അതൊന്നും നടക്കുകയില്ല. ദുനിയാവിൽ കോടതികളുടെ പഴുതിൽ, വക്കീലന്മാരുടെ നാവിന്റെ ബലത്തിൽ, പൈസയുടെ തിളപ്പിൽ, ശുപാർശയുടെ മറവിൽ രക്ഷപ്പെട്ട് നടക്കുന്നവനെ കാണുമ്പോൾ നീതിബോധമുള്ളവന്റെ മനസ്സ് പറയും, ഇവരെയൊക്കെ ശിക്ഷിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ എന്നുള്ള വാക്കാണ് നീതിബോധമുള്ള ഒരുവൻ പറയുക. അവിടെ എന്തായാലും അവർ രക്ഷപ്പെടുകയില്ലല്ലോ എന്ന ചിന്തയായിരിക്കും നീതിമാന്മാർക്കുണ്ടാവുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ സമാധാനവും ഇതാണ്, ആ നീതിയുടെ ദിവസം ഉണ്ട് എന്നുള്ളത്. അതിനാൽ സഹോദരങ്ങളെ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്ന കാര്യം നോക്കൂ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ദേഹവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും, എല്ലാവരും മരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു, വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. നിങ്ങൾ പ്രവർത്തിച്ച ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതിന്റെ ഒക്കെ പ്രതിഫലം ഒന്നുപോലും കുറയാതെ നിങ്ങൾക്ക് ഖിയാമത്ത് നാളിൽ ലഭിക്കും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നതായി നമുക്ക് കാണാം. ചിലരെങ്കിലും പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും, എന്തുകൊണ്ടാണ് ദുനിയാവിൽ തന്നെ നമുക്ക് ഇന്നത് ലഭിക്കാത്തത്? നിങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന് പറയുന്ന ആളുകളാണ്, നിങ്ങൾക്ക് എന്തേ നിങ്ങളുടെ അള്ളാഹു ഒന്നും തരാത്തത് എന്ന ബാലിശമായ ചില വാദങ്ങൾ ചിലർ പറയുന്നതായി കാണാം. ഇതാണ് സഹോദരങ്ങളെ അതിനുള്ള ഉത്തരം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത പ്രതിഫലം ഒന്നുപോലും കുറയാതെ ഇൻഷാ അല്ലാഹ് നമുക്ക് നൽകുന്നതാണ്. ഇതുപോലെ സഹോദരങ്ങളെ ധാരാളം വർണ്ണനകൾ നരകത്തെ പറ്റി നമുക്ക് കാണാൻ സാധിക്കും. വിചാരണ കഴിഞ്ഞ് നരകത്തിൽ വിധിക്കപ്പെട്ടവരെ ചങ്ങലയിൽ ഇട്ടുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചിഴക്കുമെന്ന് കാണാൻ സാധിക്കും. അല്ലാഹു പറയുന്നു, ഇന്നൽ മുജ്രിമീന ഫീ ളലാലിൻ വസുഉർ. തീർച്ചയായും കുറ്റവാളികൾ വഴിപിഴവിലും ബുദ്ധിശൂന്യതയിലുമാകുന്നു. യൗമ യുസ്ഹബൂന ഫീന്നാരി അലാ വുജൂഹിഹിം ദൂഖൂ മസ്സ സഖർ. നോക്കൂ പ്രിയപ്പെട്ടവരെ, ആലോചിക്കൂ സഹോദരങ്ങളെ, ഈ ആയത്ത് യൗമ യുസ്ഹബൂന ഫീന്നാരി അലാ വുജൂഹിഹിം, അവർ നരകത്തിൽ നാളെ അവരുടെ മുഖം കുത്തിയ അവസ്ഥയിൽ. നോക്കണം ആ നിന്ദ്യത, എന്താണ് ആ നിന്ദ്യത എന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള ചില നാൽക്കാലികൾ മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാലിങ്ങനെ പിടിച്ചുകൊണ്ട് മുഖം കുത്തി വലിച്ച അവസ്ഥയിലാണ് അതിനെ നമ്മൾ മറമാടുക. ആ രൂപത്തിലാണ് നമ്മൾ മറമാടുക. ഈ രൂപത്തിൽ നോക്കണം, കുറ്റവാളികളെ റബ്ബ് സുബ്ഹാനഹു വ തആല നരകത്തിൽ മുഖം കുത്തിവലിച്ച അവസ്ഥയിൽ അവരെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകും. എന്നിട്ട് അവരോട് പറയപ്പെടും, ദൂഖൂ മസ്സ സഖർ, നരകം നീ ആസ്വദിക്കടാ എന്ന വാക്ക് അവരോട് പറയപ്പെടും. പ്രിയപ്പെട്ടവരെ, മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇദിൽ അഗ്ലാലു ഫീ അനാഖിഹിം വസ്സലാസിലു യുസ്ഹബൂൻ. അവരുടെ പിരടികളിൽ ചങ്ങലയും കുരുക്കുകളും അവരുടെ പിരടികളിൽ ഉണ്ടാകും. യുസ്ഹബൂൻ, അവരെ വലിച്ചിഴച്ച അവസ്ഥയിലായിരിക്കും. ഫിൽ ഹമീം, ചൂടുള്ള വെള്ളത്തിലൂടെ അവരെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരും. പിന്നീട് സുമ്മ ഫിന്നാരി യുസ്ജറൂൻ, പിന്നീട് നരകത്തിലേക്കിട്ട് കരിക്കും. ഇതൊക്കെ സഹോദരങ്ങളെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് കൃത്യമായി അറിയിച്ചു തരുന്നുണ്ട്. ഓരോ കാര്യങ്ങളും വള്ളിമുള്ളി തെറ്റാതെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. നമുക്ക് എന്തേ മാറ്റമില്ലാത്തത്? നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കുക, ഇങ്ങനെയൊക്കെ ഖുർആനിൽ നമുക്ക് അറിയിച്ചു തന്നിട്ടും
വീണ്ടും ഇതുപോലുള്ള തിന്മകളിലേക്കും അതുപോലുള്ള കാര്യങ്ങളിലേക്കും നമ്മൾ കാലെടുത്ത് വെക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഈമാൻ എവിടെയാണുള്ളത് എന്ന് ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കുക. ഇതാണ് പ്രിയപ്പെട്ടവരെ നരകത്തിലെ ശിക്ഷകൾ. അതിലെ മലക്കുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആർക്കും സ്വാധീനിക്കാൻ സാധിക്കാത്ത പരുക്കന്മാരായ കാവൽക്കാർ, നരകക്കാരുടെ യാതനകൾ കാണുമ്പോൾ മനസ്സലിയാത്ത പരുവരുക്കന്മാർ. ഇത് മാത്രമല്ല, നരകത്തിന്റെ ആഴവും പരപ്പവും ഒക്കെ ഹദീസിൽ വന്നതായി കാണാം. മനുഷ്യരിലും ജിന്നിലും പെട്ട കോടാനുകോടി ആളുകൾ നരകത്തിലെ വിറകുകളും കൊള്ളികളുമാണ്. എന്നിട്ടും നരകം നിറയുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നു, യൗമ നഖൂലു ലി ജഹന്നമ ഹലിം തലഅത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിനോട് ചോദിക്കും, നീ നിറഞ്ഞോ, നീ നിറഞ്ഞോ എന്ന് നരകത്തോട് ചോദിക്കുമ്പോൾ നരകം പറയുന്ന വാക്കെന്താണ്? വതഖൂലു ഹൽ മിൻ മസീദ്. ഇനിയുമുണ്ടോ, ഇനിയുമുണ്ടോ ആളുകൾ എന്ന് നരകം ചോദിക്കുന്ന ഒരു ദിനം വരാനുണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നു. നോക്കൂ സഹോദരങ്ങളെ, നരകക്കാരുടെ വലിപ്പം എത്രയാണ് എന്ന് നമ്മൾ പറഞ്ഞു. എന്നിട്ടും നരകം നിറയുന്നുണ്ടോ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. ആ ഭയാനകത നമ്മൾ ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എല്ലാവരെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു അമ്മാ ബഅദ്. സഹോദരങ്ങളെ, നരകത്തിലെ ഇന്ധനങ്ങളെ കുറിച്ചും തീക്കാറ്റുകളെ കുറിച്ചുമൊക്കെ ഖുർആനിലൂടെ വിവരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇടയ്ക്കിടെ ഇതിനെക്കുറിച്ച് ആലോചിക്കുക എന്നത് നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോകാതിരിക്കാൻ നമ്മെ സഹായിക്കും. കാരണം പരലോക ചിന്തയെ പറ്റി മറപ്പിച്ച് കളയുക എന്നത് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രങ്ങളിൽ ഒന്നാണ്. ദുനിയാവിന്റെ പല ചിന്തകളും ഇട്ടുകൊടുത്തുകൊണ്ട് പരലോക ചിന്ത വിസ്മരിക്കുക എന്നതാണ് ശൈത്താന്റെ ഒരു കെണി. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം നോക്കൂ. ഇന്നകും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഹസബു ജഹന്നം അൻതും ലഹാ വാരിദൂൻ. ഇതാ നിങ്ങൾ ആരാധിക്കുന്ന അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്ന ആളുകൾ നരകത്തിലെ ആളുകളാണ്. അവർ നരകത്തിൽ കിടന്നെരിയാനുള്ളവരാണ്. അൻതും ലഹാ വാരിദൂൻ. അതിനെ നരകത്തിന്റെ അടുത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് റബ്ബ് നമുക്ക് അറിയിച്ചു തരുന്നു. ലൗ കാന ഹഉലാഇ ഹാലിഹതൻ മാ വറദുഹാ. അവർ യഥാർത്ഥ ആരാധകന്മാരായിരുന്നുവെങ്കിൽ അവർ ഒരിക്കലും നരകത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുവരപ്പെടുകയില്ല. വകുല്ലും ഫീഹാ ഖാലിദൂൻ. നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ച ഓരോ ആളുകളും നരകത്തിൽ ശാശ്വതരായിരിക്കുമെന്ന് റബ്ബ് നമുക്ക് അറിയിച്ചു തരുന്നു. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഇവിടെ നമുക്കൊരു ചോദ്യം വന്നേക്കാം. അള്ളാഹുവിന് പുറമെ വിളിക്കപ്പെടുന്ന നബിമാരും സ്വാലിഹീങ്ങളും നരകാവകാശികളാണോ എന്ന ചിന്ത നമുക്ക് വന്നേക്കാം. കാരണം ആയത്തിൽ അള്ളാഹു പറയുന്നത് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ നരകത്തിന്റെ ആളുകളാണ് എന്നുള്ളതാണ്. എന്നാൽ അതിൽ തന്നെ രണ്ടായത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനുള്ള മറുപടിയുണ്ട്. ഇന്നല്ലദീന സബഖത് ലഹും മിന്നൽ ഹുസ്ന ഉലൈക അൻഹാ മുബഅദൂൻ. എന്നാൽ നമ്മിൽ നിന്നും നന്മകൾ മുൻകടന്ന ആളുകൾ അതിൽ നിന്നും വിദൂരമായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നു. ഒരിക്കലും റസൂലുമാരും അമ്പിയാക്കന്മാരും സാലിഹീങ്ങളും ഇതിൽ പെടുകയില്ല. കാരണം അവർ ആരാധിച്ചിരുന്നത് അല്ലാഹുവെ മാത്രമായിരുന്നു. അതുകൊണ്ടല്ലേ മുഹദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് ഒരു വ്യക്തിയോട്, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിക കം ഇലാഹ്. നീ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിക്കുന്നത്? നിന്റെ ഹൃദയത്തിൽ ഇത്രയധികം ആരാധകന്മാരുണ്ടായിരിക്കെ നീ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കുന്നത് എന്ന് അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത്. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഇതിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം അവരൊരിക്കലും നരകത്തിന്റെ ആളുകളല്ല. പക്ഷേ നമ്മൾ ശിർക്ക് ചെയ്താണ് ജീവിക്കുന്നത് എങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. അതുപോലെ പ്രിയപ്പെട്ടവരെ, നരകത്തിൽ ലഭിക്കുന്ന ഭക്ഷണം അത് അവർക്ക് വിശപ്പ് അകറ്റാനോ പോഷകത്തിന് ഉതകുന്നതല്ല, മറിച്ച് അവിടെ കിട്ടുന്ന ഭക്ഷണവും അവർക്കുള്ള ശിക്ഷയാണ്. അള്ളാഹു പറഞ്ഞില്ലേ, നമ്മൾ ഇതാ എല്ലാ വെള്ളിയാഴ്ചകളിലും കേൾക്കുന്ന ആയത്താണ്, ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ദരീഅ. അവർക്ക് ദരീഇൽ നിന്നല്ലാതെ ഭക്ഷണം ലഭിക്കുകയില്ല. ഹിജാസ് എന്ന് പറയുന്ന നാടുകളിൽ കണ്ടുവരുന്ന ഒരു മുൾച്ചെടിയാണ് അതാണ് അവർക്ക് ലഭിക്കുക. അതുപോലുള്ള കാര്യമാണ് അവർക്ക് ലഭിക്കുക എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു. തൊട്ടുടനെ പറയുന്ന കാര്യം എന്താണ്? ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ'. അതവർക്ക് പോഷകമോ അവരുടെ വിശപ്പോ കെടുത്താൻ മാത്രമുള്ളതല്ല, അത് മാറുകയില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നു. എന്ത് വലിയ നിന്ദത, എന്ത് വലിയ ശിക്ഷ പ്രിയപ്പെട്ടവരെ! നരകത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ നിന്ദ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ളതാണ്. ഇങ്ങനെ പറഞ്ഞു തീർക്കാൻ സഹോദരങ്ങളെ നമ്മൾ
അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇതുപോലെ നരകത്തിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം അത് ശരിയാക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു പറയുന്നു, ഇതാ ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും അല്ലാഹു പടച്ചിട്ടില്ല അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമല്ലാതെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നു. അപ്പോൾ അല്ലാഹു യാതൊന്നും പങ്കു ചേർക്കാതിരിക്കുക, അതാണ് സ്വർഗ്ഗപ്രവേശത്തിന് കാരണമാകുന്ന ഏറ്റവും വലിയ കാര്യം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ മാത യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരുവൻ മരണപ്പെടുമ്പോൾ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് മറ്റുള്ള ആരാധ്യന്മാരെ ഉപേക്ഷിച്ച നിലയിൽ അല്ലാഹുവെ മാത്രം ആരാധിച്ചുകൊണ്ടാണ് ഒരുവൻ മരിക്കുന്നത് എങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരുന്നു. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കുക, നമുക്ക് വല്ല പ്രയാസങ്ങളും വല്ല ബുദ്ധിമുട്ടുകളും വരുമ്പോൾ നമ്മുടെ കരങ്ങൾ ഉയരുന്നത് ഏതെങ്കിലും മഖ്ബറയിലേക്കോ ഏതെങ്കിലും സാലിഹ്യങ്ങളുടെ പേരുകളിലേക്കോ അതുപോലുള്ള കാര്യമാണ് എങ്കിൽ നമ്മൾ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ശിർക്കാകുന്ന പാപം നമുക്ക് പുറത്തു നൽകുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അതിന് താഴെയുള്ള പാപങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു നൽകുമെന്ന് അല്ലാഹു അറിയിച്ചു തരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശിർക്ക് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, ഒരിക്കലും ചെറിയ കാര്യമല്ല. നരകത്തിൽ നമ്മൾ എന്നെന്നും ശാശ്വതമായി കിടക്കേണ്ട ഒരു വലിയ തെറ്റ് തന്നെയാണത്. നമ്മൾ ചിന്തിക്കണം, നമ്മളിലോ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലുമോ നമ്മുടെ വിശ്വാസം ഈ രൂപത്തിൽ ഏതെങ്കിലും ശിർക്കാകുന്ന അതുപോലുള്ള വിശ്വാസങ്ങൾ നമ്മളിൽ വരുന്നുണ്ട് എങ്കിൽ നമ്മൾ പരിശോധിക്കുക. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുന്നുണ്ട്, ഏതൊക്കെ കാര്യങ്ങൾ നമ്മളൊന്ന് അന്വേഷിച്ചു നോക്കുന്നുണ്ട്. എന്തേ നമ്മുടെ വിശ്വാസം ഏത് രൂപത്തിലാണ് എന്നുള്ളത് വിശ്വസിക്കാൻ നമുക്ക് മടി. എന്താണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നരകവും സ്വർഗവും തീരുമാനിക്കുന്ന കാര്യമാണ് നമ്മുടെ വിശ്വാസം എന്നുള്ളത്. അത് നമ്മൾ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ ആവർത്തിച്ച് പഠിച്ചുകൊണ്ട് അത് പരിശോധിച്ചു കൊണ്ടേയിരിക്കണം. ഇതാണ് നമ്മളെ സ്വർഗത്തിൽ എത്തിക്കുന്ന ഒന്നാമത്തെ കാര്യം. പിന്നീട് പ്രിയപ്പെട്ടവരെ, നമ്മളിൽ വന്നു പോകുന്ന തിന്മയാണ്. നമ്മളിൽ വന്നു പോകുന്ന തിന്മകൾ നമ്മൾ പാടെ ഉപേക്ഷിക്കണം. ഇതിനർത്ഥം തിന്മയൊന്നും ഇല്ലാതെ ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതല്ല. മനുഷ്യന്മാരാണ്, തെറ്റുപറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല അർ-റഹ്മാനും റഹീമുമാണ്. അല്ലാഹു പറഞ്ഞില്ലേ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. ഇതാ സ്വന്തത്തോട് തന്നെ ധാരാളം തിന്മകളും തെറ്റുകളും ചെയ്തു പോയ എന്റെ അടിമകളോട് റസൂലേ അങ്ങ് പറഞ്ഞു കൊടുക്കണം, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ കാരുണ്യത്തെ പറ്റി നിങ്ങൾ നിരാശപ്പെടാൻ പാടില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ് എന്ന് അല്ലാഹു നമുക്ക് അറിയിച്ചു തരുന്നു. പ്രിയപ്പെട്ടവരെ, മടങ്ങുക റബ്ബിലേക്ക്. എന്താണ് നമുക്കുള്ള മടി? അല്ലാഹുവിന്റെ കാരുണ്യം എങ്ങാനും നമ്മൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നമ്മൾ ഒരിക്കലും അവനോട് പാപമോചനം തേടുന്നത് ഒഴിവാക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം സഹാബത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. ഒരു ഉമ്മ തന്റെ മകനെ അന്വേഷിച്ചുകൊണ്ട് ഒരു യുദ്ധവേളയിൽ ഇങ്ങനെ നടക്കുകയാണ്. ഓരോ കുട്ടികളുടെ മുഖത്തേക്ക് നോക്കി, ഇതെന്റെ മകനാണോ എന്ന് നോക്കി അവസാനം അവർക്ക് അവരുടെ മകനെ ലഭിക്കുകയാണ്. അവരെ മകനെ ലഭിച്ചപ്പോൾ തന്റെ മാറോട് ചേർത്തുകൊണ്ട് മുലയൂട്ടുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ കുട്ടിയെ ഈ ഉമ്മ തീയിലേക്ക് വലിച്ചെറിയുമെന്ന്? സഹാബത്ത് പറഞ്ഞു, ഒരിക്കലുമില്ല. അവരങ്ങനെ ചിന്തിക്കുക പോലുമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കുട്ടിയോട് ഈ ഉമ്മാക്കുള്ളതിനേക്കാൾ 10 മടങ്ങ് കാരുണ്യമുള്ളവനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നു. അതുകൊണ്ടാണ് സലഫുകളിൽ ചില ആളുകളോട് അവരോട് ചോദിക്കുകയാണ്, ഇതാ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം വരികയാണ്. നിങ്ങളെ വിചാരണ ചെയ്യുന്നത് ഒരു ഭാഗത്താണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, മറ്റൊരു ഭാഗത്ത് നിങ്ങളുടെ ഉമ്മയും ഉപ്പയുമാണ് എങ്കിൽ നിങ്ങൾ ഏതാണ് തെരഞ്ഞെടുക്കുക എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിചാരണക്കെടുത്താൽ മതി എന്നുള്ളതാണ്. അതാണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം. എന്നിട്ടും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ, അതുപോലെ നമ്മുടെ തിന്മകൾ എടുത്തു പറഞ്ഞ് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ എടുത്തു പറഞ്ഞ് അല്ലാഹുവോട് പാപമോചനം തേടാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഈ കാണുന്ന നരകത്തിലേക്കാണോ നമ്മുടെ പോക്ക് എന്നുള്ളത്.
ഓരോരുത്തരും ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ, നമുക്ക് സമയം ഇനിയുമുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ കൊത്തിവെക്കുക, അള്ളാഹുലേക്ക് നമ്മൾ ഖേദിച്ച് മടങ്ങും. പറ്റിപ്പോകുന്ന തെറ്റിൽ അള്ളാഹുവോട് അത് ഏറ്റു പറഞ്ഞുകൊണ്ട് ഞാൻ അള്ളാഹുലേക്ക് മടങ്ങും. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അവനിലേക്ക് ഖേദിച്ച് മടങ്ങാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم انصر إخواننا في كل مكان. اللهم انصر إخواننا في كل مكان. وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. اتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم. ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ, അതിലായിക്കൊണ്ട് മരണപ്പെടാനും ആമുഖമായി വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിലുടനീളം ഒരു മുസ്ലിം എങ്ങനെയായിരിക്കണം, അവന്റെ വിശ്വാസവും കർമ്മവും ആചാരവും ഏത് രൂപത്തിലാണ് അവൻ ചിട്ടപ്പെടുത്തേണ്ടത് എന്ന് വളരെ മനോഹരമായി വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മുസ്ലിം എങ്ങനെ ആയിക്കൂടാ, അവൻ എന്തൊക്കെ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതുണ്ട് എന്നതും റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിലുടനീളം വിശദീകരിച്ചിട്ടുണ്ട്. ആ ഖുർആനിന് അനുധാവനം ചെയ്തുകൊണ്ടാണ് സഹോദരങ്ങളെ നാം ഓരോരുത്തരും ജീവിക്കേണ്ടത്. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരം കാര്യങ്ങൾ ഖുർആനിലുടനീളം വിശദീകരിച്ചിരിക്കെ അതിൽ ചില കാര്യങ്ങൾ പ്രത്യേകമായി റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പമാക്കിക്കൊണ്ട് ഖുർആനിന്റെ ചില വാചകങ്ങളിൽ ഒരുമിച്ച് കൊണ്ടുവന്നത് കാണാൻ സാധിക്കും. സൂറത്തു അൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് ഇബാദുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ അടിമകൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കുള്ള വിശേഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അവനോട് ഏറ്റവും നന്നായി അവന്റെ ദീനിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള അള്ളാഹുവിന്റെ അടിമകൾ, റഹ്മാനായ റബ്ബിന്റെ അടിമകൾ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരിചയപ്പെടുത്തിയത്. അത് അവർ മറ്റുള്ളവരെ പോലെയല്ല, മറ്റുള്ളവരെക്കാൾ അവർക്ക് ചില ശ്രേഷ്ഠതകളുണ്ട് എന്നറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ അവർ റഹ്മാനായ റബ്ബിന്റെ അടിമകളാണ്. ഈ പറയുന്ന ഗുണവിശേഷണങ്ങളെല്ലാം അവർ നേടിയെടുത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം കൊണ്ടൊന്നാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞ ഏതാനും ചില കാര്യങ്ങളാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർദി ഹൗന. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇബാദുർ റഹ്മാൻ ഭൂമിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ യംശൂന അലൽ അർദി ഹൗനൻ, അവർ വിനയത്തോടു കൂടിയാണ് നടന്നു പോകുന്നത് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. യംശൂന അലൽ അർദി ഹൗന, ഭൂമിയിൽ എങ്ങനെ നടക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. അതിൽ ഉൾപ്പെടുന്നു അവൻ ഏറ്റവും നല്ല വിനയത്തോടു കൂടി നടക്കുക എന്നുള്ളതാണ്. കിബറില്ലാതെ, അഹങ്കാരമില്ലാതെ നടക്കുക എന്നുള്ളതാണ്. അഹങ്കാരമില്ലാതെ നടക്കുക എന്ന് പറഞ്ഞാൽ അവൻ മനോഹരമായ ഭംഗിയുള്ള വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ അത് ചോദിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു അതൊരിക്കലും അഹങ്കാരമല്ല.
അഹങ്കാരം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ വില കുറച്ചു കാണലും സത്യം ലഭിക്കുമ്പോൾ അത് സ്വീകരിക്കാതെ അതിനെ തള്ളിക്കളയലുമാണ്. എന്നാൽ ഒരാൾ മനോഹരമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള നല്ല വസ്ത്രം, നല്ല ചെരുപ്പുകൾ ഇതെല്ലാം ധരിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ ഒരിക്കലും ഇതിനെതിരല്ല. അങ്ങനെ ഏറ്റവും നല്ല രൂപത്തിലും വഖാറിലും ഗംഭീര്യത്തിലും അവൻ നടക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മോശം പ്രാകൃതമായ വേഷവിധാനങ്ങൾ അവൻ ഒരിക്കലും സ്വീകരിച്ചുകൂടാ. സംസ്കാരശൂന്യമായ വിധാനങ്ങൾ അവൻ ഒരിക്കലും തന്നെ സ്വീകരിച്ചുകൂടാ. ആളുകളോട് വിനയത്തോടുകൂടി ഒരാൾക്ക് കണ്ടു കഴിഞ്ഞാൽ അവനിലേക്ക് അടുക്കാൻ പാകമാകുന്ന രൂപത്തിലായിരിക്കണം അവൻ നടക്കേണ്ടത്. ആളുകൾ അകന്നുപോകുന്ന രൂപത്തിലുള്ള വികൃതമായ പ്രാകൃതമായ രൂപങ്ങളൊന്നും തന്നെ അവനൊരിക്കലും തന്നെ സ്വീകരിച്ചുകൂടാ. ഭൂമിയിൽ വിനയാന്വിതരായിക്കൊണ്ടാണ് അവൻ നടന്നു നീങ്ങുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇനി അവനോട് ജാഹിലീങ്ങളായ അവിവേകികളായ ആളുകൾ അവനോട് ഇങ്ങോട്ട് വല്ലതും സംസാരിക്കാൻ വന്നാൽ അവൻ പറയുന്നത് ഖാലു സലാമ, സലാമത്തിന്റെ വാക്കുകളാണ് അവൻ സംസാരിക്കുന്നത്. അവനോട് സംസാരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അവിവേകികൾ ഉണ്ടാകും, മോശപ്പെട്ട സംസാരങ്ങൾ, മ്ലേച്ഛമായ സംസാരങ്ങൾ സംസാരിക്കുന്നവരുണ്ടാകും, മുൻകോപികൾ ഉണ്ടാകും, തട്ടിക്കയറുന്നവരുണ്ടാകും, അവനോട് കയർത്തു നിൽക്കുന്ന ആളുകളുണ്ടാകും, ഒരു കാരണവുമില്ലാതെ ചീത്ത വിളിക്കുന്നവരുണ്ടാകും. ഇങ്ങനെ പല നിലക്കുള്ള ആളുകൾ അവനോട് സംസാരിക്കുമ്പോൾ അവനൊരിക്കലും തന്നെ അതുപോലെ തന്നെ പ്രതികരിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഖാലു സലാമ, അവൻ മനോഹരമായിക്കൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് തിരിച്ച് സംസാരിക്കുകയാണ്. വിവേകത്തോടു കൂടിയുള്ള സംസാരമാണ് അവൻ മറുപടിയായി പറയുന്നത്. അവൻ സംസാരിക്കണമെങ്കിൽ അവൻ സംസാരിക്കും, അല്ലെങ്കിൽ അവൻ മാറിപ്പോകും. അവൻ ഒരിക്കലും തന്നെ എന്തെങ്കിലുമൊക്കെ അതുപോലെയുള്ള മോശം സംസാരങ്ങൾ സംസാരിച്ചുകൊണ്ട് അവൻ പാപത്തിൽ വീഴുകയില്ല. അവരെ പോലെ തന്നെ അവൻ ആയിത്തീരുകയില്ല. ഒന്നുകിൽ അവന്റെ സംസാരം അവിടെ പാപത്തിൽ നിന്നും അവരെ മാറ്റി നിർത്തുന്ന രൂപത്തിൽ അവർ ഉപദേശിച്ചുകൊണ്ടുള്ളതായിരിക്കും, അതല്ലെങ്കിൽ അവൻ അവിടെ നിന്ന് മാറി നിൽക്കുന്ന രൂപത്തിലായിരിക്കും. ഒരിക്കലും അവരെ പോലെ തന്നെ അവൻ ഒരിക്കലും ആവുകയില്ല. ജാഹിലീങ്ങൾ ഇങ്ങോട്ട് അവനോട് അടിപിടി വഴക്കിന് വന്നു കഴിഞ്ഞാൽ സലാമൻ എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനത്തോടുകൂടി സലാം പറഞ്ഞ് അവിടുന്ന് മടങ്ങുക എന്നുള്ളതാണ് അവരുടെ വിശേഷണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഭൂമിയിൽ എങ്ങനെ നടക്കണം, അതുപോലെ തന്നെ എങ്ങനെ ആളുകളോട് സംസാരിക്കണം എന്നതിന്റെ ചുരുക്ക രൂപമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ വിശദീകരിച്ചത്. പിന്നീട് അവന്റെ ഇബാദത്തുകളെ കുറിച്ച് അല്ലാഹു തആല അറിയിക്കുകയാണ്. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ, തന്റെ റബ്ബിന് വേണ്ടി രാവിൽ എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്, ഖിയാമുൽ ലൈൽ നിസ്കരിക്കുകയാണ്. സുജൂദിലും ഖിയാമുലുമായി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി അവൻ ധാരാളമായി നിസ്കരിക്കുന്നവനാണ്. അല്ലാഹു തആല പറഞ്ഞത് യബീതൂന ലിറബ്ബിഹിം, തന്റെ റബ്ബിന് വേണ്ടി നിസ്കരിക്കണമെന്നാണ്. പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്, റിയാ ഇല്ലാത്ത നിസ്കാരമാണത്. ആളുകളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിസ്കാരമായിരിക്കുകയില്ല അവർ നിസ്കരിക്കുന്നത്, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ആരും അറിയാതെ ഒരുപാട് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അല്ലാഹുവിന്റെ ഇബാദുർ റഹ്മാനിന്റെ വിശേഷണമായിട്ട് പറയുന്നത്. ഇവിടെ രാത്രി നിസ്കാരത്തെ കുറിച്ച് എടുത്തു പറയുമ്പോൾ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്, ഒരാൾ കൃത്യമായി രാത്രി നിസ്കാരം ആരും കാണാത്ത സമയത്ത് ഒരാൾ നിസ്കരിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും 5 നേരത്തെ നിർബന്ധ നിസ്കാരവും അതുപോലെയുള്ള മറ്റ് സുന്നത്ത് നിസ്കാരങ്ങളും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. അങ്ങനെ അല്ലാഹു തആലക്ക് വേണ്ടി രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആളുകളായിരിക്കും ഇബാദുർ റഹ്മാൻ. വല്ലദീന യഖൂലൂന റബ്ബന ഇസ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറ വമുഖാമ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സദാ ഈ ദുആ ചെയ്യുന്ന ആളുകളാണ് ഈ പറയുന്ന ഇബാദുർ റഹ്മാൻ. വല്ലദീന യഖൂലൂൻ, അവർ അല്ലാഹു തആലയോട് പറയുന്നു, റബ്ബന ഇസ്രിഫ് അന്നാ അദാബ ജഹന്നം, അല്ലാഹുവേ ജഹന്നമിന്റെ ആളിക്കത്തുന്ന നരകത്തിന്റെ ശിക്ഷയിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കണമേ, അതിൽ നിന്നും നമ്മെ തെറ്റിച്ചു കളയണമേ. ആ നരകത്തിൽ പ്രവേശിക്കുന്ന നിർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തരുതേ. കാരണം ഇന്ന അദാബഹാ കാന ഗറാമ, അതൊരു വിട്ടൊഴിയാത്ത വിപത്താണത്. നരകത്തിന്റെ ശിക്ഷ എന്ന് പറയുന്നത് അതൊരിക്കലും വിട്ടൊഴിയുകയില്ല. അതിലേക്ക് പ്രവേശിച്ച ആളുകൾക്ക് ഉദ്ദേശിക്കുന്ന സമയത്തേക്ക് പുറത്തിറങ്ങാൻ സാധിക്കുകയില്ല. അതിലോരോ നിമിഷങ്ങൾ പോലും 10,000 വർഷങ്ങളുടെ അത്രയും ദൈർഘ്യമുണ്ട്. അതിന്റെ തീ ഈ ദുനിയാവിലെ തീയേക്കാൾ 60-70 ഇരട്ടി ചൂടുണ്ട്. അതിലൊരിക്കലും ഒരു നിമിഷം പോലും ഒരാൾക്കും സഹിക്കാൻ സാധിക്കുകയില്ല. ഇന്ന അദാബഹാ കാന ഗറാമ, വിട്ടൊഴിയാത്ത വിപത്താകുന്നു. ഇന്നഹാ സാഅത് മുസ്തഖറ വമുഖാമ, അതുപോലെ തന്നെ ഏറ്റവും മോശപ്പെട്ട സങ്കേതമാകുന്നു നരകം. അതുകൊണ്ട് റബ്ബേ, നരകത്തിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കണമേ എന്ന് സദാ ദുആ ചെയ്യുന്നവരാണ്. പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്, ഇങ്ങനെ ദുആ ചെയ്യുന്ന ആളുകൾ നരകത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നവരായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നത്, അല്ലാഹുവേ, നരകത്തിലേക്ക് പ്രവേശിക്കുന്ന എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം നീ എന്നെ തെറ്റിച്ചു കളയണമേ എന്ന.
ഒരു പ്രവൃത്തി, ഒരു വാക്ക്, ഒരു സംസാരം, ഒരു പ്രവൃത്തി ഇത് നരകത്തിലേക്ക് എത്തിക്കുന്നതാണെങ്കിൽ അള്ളാഹുവേ എന്നെ അതിൽ നിന്ന് തെറ്റിച്ചു കളയണം. ഖൈറിന്റെ ആളുകളുടെ കൂട്ടത്തിൽ, ഖൈറിന്റെ സംസാരത്തിൽ, ഖൈറിന്റെ പ്രവർത്തനങ്ങളിലേക്ക് എന്നെ നീ മാറ്റി തരയണമെന്ന ദുആയാണ്. അതുപോലെ തന്നെ എന്റെ ഏതെല്ലാം പ്രവൃത്തികൾ ഞാൻ ഇതിനകം ചെയ്തത് എന്നെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതായിട്ടുണ്ടോ അള്ളാഹുവെ അത് വിട്ടുപുറത്തു മാപ്പാക്കി നൽകണമേ. അങ്ങനെ നരകത്തിൽ നിന്നും എന്നെ തെറ്റിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്ന ദുആയാണിത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സദാ നമ്മൾ ദുആ ചെയ്യണം. കാരണം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എത്രയോ തിന്മകൾ യഥാർത്ഥത്തിൽ നമ്മെ നരകത്തിന്റെ ഏറ്റവും അടിയിലേക്ക്, ഏറ്റവും താഴത്തേക്ക് പ്രവേശിപ്പിക്കാൻ മാത്രമായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ചില ആളുകൾ സംസാരിക്കുന്ന ചില വാക്കുകൾ മതി അവനെ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് എത്തിക്കാൻ. അഥവാ കിഴക്കും പടിഞ്ഞാറും എത്ര കണ്ടു വിദൂരമാണോ അത്രയും താഴേക്ക് പതിപ്പിക്കാൻ മാത്രം ചിലരുടെ ചില വാക്കുകൾ മതിയായതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ എത്രയോ നന്മകൾ ചെയ്ത ആളുകൾ അവരുടെ നാവുകൾ ഇതാ ആ സംസാരം കൊണ്ട് പർവ്വത കണക്ക് നന്മകളെ തകർത്തെറിയാനും നരകാവകാശിയാകാനും അത് മതിയായതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു തആലക്ക് എത്ര നല്ല ഇബാദത്തുകൾ ചെയ്യുന്നവരായാലും ശരി, റബ്ബ് സുബ്ഹാനഹു വ തആലയോട് സദാ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതിനെ തൊട്ടും അതുപോലെ നരകത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ തൊട്ടും ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ശേഷം നോക്കൂ സഹോദരങ്ങളെ, റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദുർ റഹ്മാനിന്റെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിലുള്ള അവരുടെ വിശേഷണങ്ങളെ കുറിച്ച് അറിയിച്ചു നൽകുകയാണ്. വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. അവരിതാ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുന്നവർ തന്നെയാണ്. പക്ഷെ എങ്ങനെയാണ് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അവർ ചെലവഴിക്കുന്നത്? ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു. അവർ ഇസ്രാഫ് കാണിക്കുന്നവരല്ല, ദുർവ്യയം കാണിക്കുന്നവരല്ല, വലം യഖ്തുറു പിടിച്ചു വെക്കുന്നവരല്ല. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അവരുടെ ചെലവഴിക്കൽ വകാന ബൈന ദാലിക ഖവാമ, ഇതിനിടയിലുള്ള ഒരു ചെലവഴിക്കലാണ്. പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്, ദുർവ്യയം ചെയ്യുക എന്ന് പറഞ്ഞാൽ തങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് ചെലവഴിക്കുന്ന സമയത്താകട്ടെ അവർക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഇവൻ കൊടുക്കുക വഴി ഒരു വേള ഇവരെ നരകത്തിലേക്ക് പോകുന്ന പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കാൻ ഇവൻ കാരണക്കാരനാക്കുകയാണ്. അവർക്ക് ആവശ്യത്തിലധികം ചെലവഴിക്കുകയാണ്. അങ്ങനെ ആ സമ്പത്ത് അവന്റെ കുടുംബത്തെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന പല ഹറാമുകൾ ചെയ്യാൻ കാരണമാകുകയാണ്. അതുകൊണ്ട് ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രതിഫലാർഹമാകുന്നത് സഹോദരങ്ങളെ അതിൽ മധ്യമ നിലപാട് സ്വീകരിക്കുമ്പോഴാണ്. അതല്ലാതെ കുടുംബത്തിന് ചെലവഴിക്കുക എന്ന് പറഞ്ഞ് അതിലേക്ക് ദുർവ്യയം നടത്തിയിട്ട് അവർക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ട് സമ്പത്ത് അയച്ചു കൊടുത്തിട്ട് അവരെ നരകത്തിന്റെ ആളുകളുടെ കൂട്ടത്തിലേക്ക് നീ പറഞ്ഞയക്കാൻ പാടില്ല. നീ ചെലവഴിക്കുന്ന സമയത്ത് അവർക്ക് ആവശ്യമുള്ളതാണ് നീ ചെലവഴിക്കേണ്ടത്. എന്നാൽ അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകളുടെ മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥയിലേക്ക് അവരെ തള്ളിവിടാനും പാടില്ല. നീ സമ്പത്തെല്ലാം നിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും നിന്റെ കുടുംബത്തിന് വേണ്ടത്ര കൊടുക്കാതിരിക്കുകയും ചെയ്യുക വഴി അവരൊരു വേള ആളുകളോട് കൈനീട്ടേണ്ട അവസ്ഥ ഉണ്ടാകും, ആളുകളോട് യാചിക്കേണ്ട അവസ്ഥ നിന്റെ കുടുംബത്തിനുണ്ടാകും. അതൊരിക്കലും തന്നെ നീ ചെയ്യാൻ പാടില്ല. മറിച്ച് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നീ അവർക്ക് വേണ്ടി ചെലവഴിക്കുക. അത് ഇബാദുർ റഹ്മാനിന്റെ പ്രത്യേകമായ ഗുണങ്ങളായി പറയുമ്പോൾ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും അത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ നന്മകൾ പറഞ്ഞതിന് ശേഷം അവരുടെ ജീവിതത്തിൽ നിന്നും അവർ ഒഴിവാക്കിയിട്ടുള്ള ചില തിന്മകളെ കുറിച്ച് പറയുന്നുണ്ട്. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ. മൂന്ന് കാര്യങ്ങൾ ഇബാദുർ റഹ്മാൻ ചെയ്യുകയില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവിനോടൊപ്പം മറ്റൊരു ഇലാഹിനെ അവനോട് ഒരിക്കലും തന്നെ ദുആ ചെയ്യുകയില്ല, അവരോട് പ്രാർത്ഥിക്കുകയില്ല. വലാ യഖ്തുലൂന നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു ഹുർമത്ത് നൽകിയ, പവിത്രത നൽകിയ ഒരാത്മാവിനെയും അവനൊരിക്കലും വധിച്ചു കളയുകയില്ല ന്യായപ്രകാരമല്ലാതെ. വലാ യസ്നൂൻ, അവൻ വ്യഭിചരിക്കുകയുമില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ കാരുണ്യവാനായ റബ്ബിന്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണമെങ്കിൽ, സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെങ്കിൽ വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ എന്ന കാര്യത്തിൽ നമ്മൾ അടിയുറച്ചു നിൽക്കണം. അല്ലാഹുവിനോടല്ലാതെ നമ്മുടെ ഒരാവശ്യവും നമ്മൾ റബ്ബ് സുബ്ഹാനഹു വ തആലയോടല്ലാതെ ദുആ ചെയ്യാൻ പാടില്ല. റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ. അല്ലാഹുവെ രക്ഷിക്കണമേ, അല്ലാഹുവെ എന്നെ സഹായിക്കണമേ, അല്ലാഹുവിന്റെ പാപം പുറത്തു തരണമേ, എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ, എന്നെ നരകത്തിൽ നിന്നും കാത്തു രക്ഷിക്കണമേ, എന്റെ കൈപിടിക്കണമേ, എന്റെ ജീവിതം ഇതാ മുട്ടിപ്പോകുകയാണ്, അല്ലാഹുവെ നീ അതിനൊരു തുറവി നൽകണമേ. ഇങ്ങനെയുള്ള മുഴുവൻ ദുആകളും അല്ലാഹുവിനോട് മാത്രം ദുആ ചെയ്യുന്നവരാണ്. ഒരിക്കലും തന്നെ നബിയെ കാക്കണമേ, തങ്ങളെ രക്ഷിക്കണമേ, ബീവിയെ മമ്പുറത്ത് തങ്ങളെ, എന്റെ ഇത് അവസ്ഥകൾ കാണുന്നില്ലേ,
അറിയുന്നില്ലേ അങ്ങ് എന്റെ കാര്യങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് ശരിയാക്കി തരേണമേ എന്ന രൂപത്തിലുള്ള ദുആകൾ ഒരിക്കലും തന്നെ മുഅ്മിനീങ്ങളുടെ കടയിൽ നിന്നും ഉണ്ടാവുകയില്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ മാത വഹുവ യദ്ഉ മിൻ ദൂനില്ലാഹി നിദ്ദൻ ദഖലൻ നാർ. ആരെങ്കിലും അല്ലാഹു അല്ലാത്ത ആളുകളോട് ദുആ ചെയ്യുന്ന അവസ്ഥയിലാണ്, അവനൊരു നിന്ദായി പകരക്കാരനായി ശിക്ഷ നിശ്ചയിച്ചുകൊണ്ട് അല്ലാഹു അല്ലാത്ത ആളുകളോട് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ ദഖലൻ നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇലാഹൻ ആഖർ, മറ്റേത് ഇലാഹിനോട് ദുആ ചെയ്താലും അതങ്ങനെ തന്നെയാണ്. നീ അല്ലാഹു അല്ലാത്ത ആളുകൾ ആരാകട്ടെ, അല്ലാഹുവിനോട് ഏറ്റവും അടുത്ത നബിയാകട്ടെ, മലക്കുകളാകട്ടെ, ജിന്നുകളാകട്ടെ, മനുഷ്യരാകട്ടെ, ജീവിച്ചിരിക്കുന്നവരാകട്ടെ, മരിച്ചവരാകട്ടെ, അല്ലാഹു തആലയോട് ചോദിക്കേണ്ട കാര്യം നീ ആരോട് തന്നെ ചോദിച്ചാലും അത് ശിർക്കായി തീരുകയും നീ നരകാവകാശിയായി തീരുകയും ചെയ്യും. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. പിന്നീട് പറഞ്ഞത്, വലാ യഖ്തുലൂന നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊലപാതകത്തെ ഇതാ നിഷിദ്ധമാക്കി തീർക്കുകയാണ്. ഇല്ലാ ബിൽ ഹഖ്, ന്യായപ്രകാരം അതിന്റെ ഹക്കുള്ള ചില ആളുകൾക്ക് കൊലപാതകം അനുവദിക്കപ്പെടും. ഇസ്ലാമിക ശരീഅത്തുള്ള സ്ഥലത്ത് ഇതാ ചില കൊലപാതകങ്ങൾ അനുവദിക്കപ്പെടുകയാണ്. ഒന്നവനെ തിരിച്ചു കൊല്ലാൻ, പ്രതിക്രിയ നടത്താൻ ഇസ്ലാമിക കോടതിക്ക് അനുവാദമുണ്ട്. വ്യഭിചാരിയെ കല്ലെറിഞ്ഞു കൊല്ലാൻ ഇസ്ലാമിക കോടതിക്ക് അനുവാദമുണ്ട്. മുസ്ലിമീങ്ങളെ സംരക്ഷണത്തിന് വേണ്ടി, അവരുടെ ദീനി ദഅവത്തിന് വേണ്ടി യുദ്ധത്തിൽ ഏർപ്പെടുന്ന വേളയിൽ ഇതാ ചില കൊലപാതകങ്ങൾ, ചില കൊലകൾ ഇസ്ലാമിക ഭരണകൂടത്തിന്, അതിന്റെ ന്യായാധിപന് അനുവാദം ഇസ്ലാം നൽകുന്നുണ്ട്. അതല്ലാത്ത ഒരു മനുഷ്യനെയും, സഹോദരങ്ങളെ, മുസ്ലിമാകട്ടെ കാഫിറാകട്ടെ, ഒരാളെയും കൊല്ലാൻ ദീനുൽ ഇസ്ലാം ഒരിക്കലും തന്നെ അനുവാദം നൽകുന്നില്ല. ഒരിക്കലും ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യു ദംബി അക്ബറു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും കടുത്ത പാപം ഏതാണ്, വലിയ തിന്മ ഏതാണ് റസൂലേ എന്ന് ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, ഫഖാല അൻ തദഉ ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ സൃഷ്ടിച്ചിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ മറ്റൊരാളോട് നീ ദുആ ചെയ്യലാണ് ഏറ്റവും വലിയ പാപം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. പിന്നീട് അവിടുന്ന് ചോദിച്ചു, സുമ്മ ഐ, പിന്നെ ഏതാണ് ഏറ്റവും വലിയ പാപം? അവിടുന്ന് പറഞ്ഞു, തഖ്ഫുല വലദക മഖാഫത അൻ യതഅ മഅക്, നിന്നോടൊപ്പം ഭക്ഷിക്കുമെന്ന പേടിയാൽ നീ നിന്റെ കുട്ടിയെ തന്നെ കൊന്നുകളയുക എന്നുള്ളതാണ്. ചെറിയ ഗർഭസ്ഥ ശിശുവിനെ കൊന്നുകളയുക എന്നുള്ളത് ജാഹിലിയ കാലത്തിലുള്ളതാണ്. ദാരിദ്ര്യം ഭയന്നുകൊണ്ട് ആളുകൾ ചെറിയ കുട്ടികളെ കൊല്ലുമായിരുന്നു എന്നാണ്. അതാണ് കൊലകളിൽ ഏറ്റവും മോശപ്പെട്ട കൊല. നീ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിന്റെ കുടുംബത്തിലുള്ളവരെ കൊന്നുകളയുക എന്ന് പറയുന്നത്. അതല്ലാത്ത മുഴുവൻ തിന്മ, മുഴുവൻ കൊലപാതകങ്ങളും സഹോദരങ്ങളെ ഗൗരവപ്പെട്ട കാര്യം തന്നെയാണ്. പിന്നീട് ചോദിച്ചു, സുമ്മൈ ഖാല അൻ തുസാനി ഹലീലത ജാരിക്, പിന്നീട് ഏറ്റവും മോശപ്പെട്ട കാര്യം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൻ തുസാനി ഹലീല ജാരിക്, നിന്റെ അയൽവാസിയുടെ ഭാര്യയെ നീ വ്യഭിചരിക്കുക എന്നുള്ളതാണ്. വ്യഭിചാരം മുഴുവനും മ്ലേച്ഛകരമായ കാര്യമാണ്. എന്നാൽ ഇതിൽ ഏറ്റവും മോശപ്പെട്ടത് നിനക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളെ ചതിച്ചുകൊണ്ട് അവരുടെ ഭാര്യയെ നീ വ്യഭിചരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതുകയാണ്. അതോ ആയത്തിൽ പറഞ്ഞ 3 കാര്യങ്ങൾ, ശിർക്ക് ചെയ്യുക, കൊലപാതകം നടത്തുക, വ്യഭിചാരം നടത്തുക എന്ന ഈ 3 കാര്യങ്ങളാണ് ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇതിന്റെ ഒരു രൂപത്തിലുള്ള തിന്മകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കേണ്ട കാര്യമാണ്. എങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഇബാദുർ റഹ്മാനിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാല. റബ്ബ് സുബ്ഹാനഹു വ തആല ഇബാദുർ റഹ്മാനിനെ കുറിച്ച് ശേഷമുള്ള ആയത്തിൽ പറയുന്നത്, വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ വഇദാ മറു ബില്ലഗ്വി മറു കിറാമ, അവർ ഒരിക്കലും തന്നെ വ്യാജ വാർത്തകൾക്ക് സാക്ഷിയാകാത്തവരാണ്. ഇനി അതിലേക്കൂടി അവർ നടക്കേണ്ടി വരികയാണെങ്കിൽ, സഞ്ചരിക്കേണ്ടി വരികയാണെങ്കിൽ മറു കിറാമ, അതിലേക്ക് തിരിഞ്ഞു നോക്കാതെ മാന്യന്മാരായിക്കൊണ്ട് അവർ നടന്നു നീങ്ങുന്നതായിരിക്കും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാം. ലാ യശ്ഹദൂന അസ്സൂർ, വ്യാജത്തിന് സാക്ഷിയാവുകയില്ല എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ, മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുകയാണ്, അവർ ഒരിക്കലും തന്നെ ഹറാമായ ഒരു പ്രവർത്തനം അതിന് ചെയ്യുകയോ അതൊരിക്കലും തന്നെ പറയുകയോ ചെയ്യുകയില്ല എന്നു മാത്രമല്ല, അത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നിടത്ത് അവരൊരിക്കലും ഹാജരാവുക കൂടിയില്ല എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഹറാമായ സംഗീത പരിപാടി അവിടെ നടക്കുകയാണ്, സിനിമ പരിപാടി നടക്കുകയാണ്, അതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഏതേത് ഹറാമിന്റെ സദസ്സുകൾ നടക്കുകയാണ്, അതിലവൻ ഭാഗവാക്കുകയില്ല എന്ന് മാത്രമല്ല അതിന് സാക്ഷിയാകാൻ കൂടി
അവനൊരിക്കലും തുനിയുകയില്ല, അവന്റെ സമ്പത്ത് അവൻ അതിന് നൽകുകയില്ല, അതിനു വേണ്ടി സഹകരണങ്ങൾ ചെയ്യുകയില്ല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തൃപ്തിയില്ലാത്ത മുഴുവൻ ഹറാമായ പ്രവർത്തനങ്ങളും ഹറാമായിട്ടുള്ള സംസാരങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നവരാണ്. ഗൈബത്തിന്റെ സദസ്സുകൾ, നിമീമത്തിന്റെ സദസ്സുകൾ, ആളുകളെ ഏതെങ്കിലുമൊക്കെ നിലക്ക് ഉപദ്രവിക്കാനുള്ള കൂടിയാലോചനകൾ, ആളുകളെ പരിഹസിക്കുന്ന, ദീനിനെ പരിഹസിക്കുന്ന എത്ര അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഒന്നിലും തന്നെ സഹോദരങ്ങളെ അവനൊരിക്കലും തന്നെ അതിനൊന്നും ഭാഗമാക്കാകുകയില്ല, അതിന് സാക്ഷിയാവുകയില്ല. ഇനി അതിലൂടെ അവന് നടക്കേണ്ടി വന്നാൽ അവൻ ആദരണീയനായിക്കൊണ്ട്, മാന്യനായിക്കൊണ്ട് അതിലൊന്നും തന്നെ പങ്കെടുക്കാതെ അവൻ നടന്നു നീങ്ങുന്നതായിരിക്കും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ സ്വഭാവ ഗുണം ഒരാൾ ഏറ്റെടുക്കുക വഴി ആളുകൾ ഒരു പക്ഷേ അവൻ ആക്ഷേപിച്ചേക്കാം. അവനെന്താണ് ഇങ്ങനെ, അവനൊരു പരിപാടിക്ക് വിളിച്ചാൽ കിട്ടുകയില്ല, ഒരു സംഗീത പരിപാടിക്ക് അവന് കിട്ടുകയില്ല, ഒരു സിനിമക്ക് കിട്ടുകയില്ല, അതല്ലെങ്കിൽ വീട്ടിൽ നടത്തപ്പെടുന്ന ഇത്തരം സംഗീത പരിപാടികളുള്ള ഒരു വിവാഹ സദസ്സിലേക്ക് അവനെ കിട്ടുകയില്ല എന്ന് പറഞ്ഞാൽ ആക്ഷേപിച്ചാൽ ഈ ആയത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദുർ റഹ്മാനിന്റെ ഗുണമായി പ്രത്യേകം ഈ ആയത്തിൽ എടുത്തു പറഞ്ഞു എന്നുള്ളത് സഹോദരങ്ങളെ ഏത് കാലത്തേക്കും നമ്മൾ ഇത് പാലിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത്തരം ഹറാമായ സദസ്സുകൾ ഏതുണ്ടോ അതിലൊന്നും തന്നെ അവൻ പങ്കെടുക്കുകയില്ല എന്നുള്ളതാണ്. വൈദാ മർറു ബില്ലഗി മർറു കിറാമ, അവൻ മാന്യന്മാരായിക്കൊണ്ട് അതിലൂടെ നടന്നു നീങ്ങും. വല്ലദീന ഇദാ ദുക്കിറു ബിആയാതി റബ്ബിഹിം ലം യഖിറു അലൈഹാ സുമ്മ വഉമിയാന. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല വഅലുകൾ, അള്ളാഹു ഓർമ്മിപ്പിക്കുന്ന ദീനിന്റെ സദസ്സുകൾ അത് അവനിലേക്ക് പറഞ്ഞയച്ചാൽ, അത് അവനിലേക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, അത്തരം കാര്യങ്ങൾ അവനോട് പറയപ്പെട്ടാൽ ഒരിക്കലും തന്നെ ഊമയെ പോലെ, ഒരിക്കലും തന്നെ കാത് കേൾക്കാത്തവനെ പോലെ, കണ്ണ് കാണാത്തവരെ പോലെ അതിൽ നിന്നും അകന്നു കഴിയുക എന്ന രൂപത്തിൽ അവനുണ്ടാവുകയില്ല. മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, അവർ അല്ലാഹു തആലയുടെ ദീനിന്റെ നിയമങ്ങൾ കേട്ട് കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരിലേക്ക് അവർ മുന്നിടുകയായിരിക്കും, ഒരിക്കലും അകന്നു പോകുകയില്ല. നോക്കൂ സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല ദീനിന്റെ നിയമങ്ങൾ ഇന്നതാണ്, അള്ളാഹു ഇങ്ങനെയാണ് പറയുന്നത്, ദീനിൽ ഇങ്ങനെ ഒരു നിയമമുണ്ട് എന്ന് പറയുമ്പോൾ കേൾക്കാത്തതുപോലെ, കാണാത്തതുപോലെ അകന്നു കഴിയുന്ന എത്രയോ ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവർക്ക് കേൾക്കേണ്ടതില്ല, അതല്ലെങ്കിൽ ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ അവർ നന്നായി പോകുമെന്ന ചിന്തയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇബാദുർ റഹ്മാനിനെ കുറിച്ച് പറയുന്നത് അവർ ഒരിക്കലും തന്നെ അങ്ങനെ ആയിരിക്കുകയില്ല. മറിച്ച് അവരുടെ ഖൽബ് എപ്പോഴും ആഗ്രഹിക്കുകയാണ്, റബ്ബേ ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ വല്ല അബദ്ധമുണ്ടോ, വല്ല തെറ്റുണ്ടോ, ഇത് കൂടുതൽ ശരിയായ രൂപത്തിൽ എങ്ങനെ ചെയ്യാം, ഞാൻ ചെയ്തു പോയ വല്ല സാമ്പത്തിക ഇടപാടുകൾ, അതല്ലെങ്കിൽ എന്റെ ഇബാദത്തുകൾ, അതല്ലെങ്കിൽ എന്റെ അഖ്ലാഖ്, എന്റെ സ്വഭാവം, ഇതെന്തെങ്കിലുമൊക്കെ അബദ്ധമുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഏറ്റവും നല്ലതിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും അള്ളാഹുവിന്റെ ഇബാദുർ റഹ്മാൻ, റബ്ബിന്റെ അടിമകൾ. ഒരിക്കലും തന്നെ നന്മകൾ കേട്ടുകഴിഞ്ഞാൽ അതിൽ നിന്നും അകന്നു കഴിയുന്ന ആളുകളുടെ കൂട്ടത്തിൽ അവരുണ്ടാവുകയില്ല. എന്നിട്ട് അവരുടെ ദുആ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വല്ലദീന യഖൂലൂൻ, അവർ അല്ലാഹു തആലയോട് ദുആ ചെയ്യും, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് കൺകുളിർമയുണ്ടാക്കി തരണമേ. അങ്ങനെ കൺകുളിർമയുള്ള ഭാര്യയെയും സന്താനങ്ങളെയും റബ്ബേ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളുടെ മുത്തഖീങ്ങൾക്ക് മുന്നിൽ നടക്കുന്ന ഇമാമിങ്ങളായി ഞങ്ങൾ എല്ലാവരെയും അല്ലാഹുവേ നീ മാറ്റണമേ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുകയാണ്. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ദുനിയാവിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ കൺകുളിർമ എന്ന് പറയുന്നത് അവന്റെ ഭാര്യയും മക്കളും ഉപ്പയും ഉമ്മയും എല്ലാവരും അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്നതായിട്ട് അവൻ കാണുക എന്നുള്ളതാണ്. ഒരിക്കൽ മഹാനായ ഹസൻ അൽ ബസ്രി റഹിമഹുള്ളയോട് ഒരാൾ ചോദിച്ചു, ഈ ആയത്ത് കേട്ടപ്പോൾ, ഹബ്ലന, അള്ളാഹുവെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ എന്ന് പറയുന്നത് യാ അബാ സയ്യിദ് ഖൗലുല്ലാഹി ഹബ്ലന മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ. അബൂ സയ്യിദ് ഹസൻ അൽ ബസ്രി റഹിമഹുള്ളയുടെ കുനിയത്താണ്. അദ്ദേഹത്തോട് ചോദിക്കപ്പെടുകയാണ്, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും ഭാര്യമാരിൽ നിന്നും കൺകുളിർമ നൽകണമേ എന്ന് പറഞ്ഞാൽ ഏതാണ്? മഹാദിഹിൽ ഖുറത്തുൽ അയ്യുൻ അഫി ദുനിയ അം ഫിൽ ആഖിറ, ഇത് ദുനിയാവിലാണോ ഈ കൺകുളിർമ, അതല്ല നാളെ സ്വർഗ്ഗത്തിലെത്തിയതിനു ശേഷമുള്ള കൺകുളിർമയെ കുറിച്ചാണോ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കാൻ പറഞ്ഞത്? ഫഖാല, അദ്ദേഹം പറഞ്ഞു, ലാ വല്ലാഹി ബൽ ഫി ദുനിയ, അള്ളാഹു ആണേ അല്ല, ആഖിറത്തിലുള്ളതല്ല, ദുനിയാവിൽ തന്നെയാണ്. ഖീല ഫമാഹി, അപ്പൊ ദുനിയാവിലുള്ള കൺകുളിർമ എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, അൻ യുരിയല്ലാഹുൽ അബ്ദൽ മുസ്ലിം മിൻ സൗജതിഹി മിൻ അഖീഹി മിൻ വലദിഹി മിൻ ഹമീമിഹി طاعة لله عز وجل لا والله ما شيء أقر لعين المسلم من أن يرى والدا أو ولدا أو أخا أو حميما مطيعا لله. അദ്ദേഹം പറയാൻ, ഇത് ഒരു അടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭാര്യയെയും അവന്റെ മക്കളെയും അവന്റെ ഏറ്റവും വേണ്ട സ്വന്തക്കാരായ ആളുകളെയും അള്ളാഹുവിനെ അനുസരിക്കുന്നതായിട്ട് അള്ളാഹു കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്.
അങ്ങനെയുള്ള ആളുകളായി അവന്റെ കൂടെയുള്ളവരെ അള്ളാഹു മാറ്റി തീർക്കുക എന്നുള്ളതാണ് ഖുർറത്തു അയ്ൻ, കൺകുളിർമയുള്ള ആ ഒരു ജീവിതം നൽകുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിനേക്കാളും ഒരു മുസ്ലിമിന് അവന്റെ ഖൽബ് കൊണ്ട് സന്തോഷിക്കാനുള്ള ഒരു കാഴ്ചയും ഒരു മുസ്ലിമിന് കാണാൻ സാധിക്കുകയില്ല. തന്റെ ഭാര്യ, തന്റെ മക്കൾ, തന്റെ ഉപ്പ, തന്റെ ഉമ്മ, തന്റെ സഹോദരങ്ങൾ, കൂടെയുള്ള കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് അല്ലാഹു തആലയെ ഇബാദത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഏറ്റവും നല്ലവരായി ജീവിക്കുക എന്ന് പറയുന്നതിനേക്കാൾ നല്ലൊരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കും പ്രദാനം ചെയ്തിട്ടില്ല എന്നാണ്. അതുകൊണ്ട് ആ കാര്യത്തെ നമ്മൾ ദുആ ചെയ്യുക. അഥവാ ഈ ദുആ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവെ, എന്റെ സഹോദരങ്ങളെ, എന്റെ ഭാര്യയെ, എന്റെ മക്കളെ, എന്റെ ഉപ്പയെ, എന്റെ ഉമ്മയെ എല്ലാവരെയും ദീനിന്റെ മാർഗത്തിൽ കൊണ്ടുവരണമേ എന്നാണ്. എല്ലാവർക്കും അള്ളാഹുവെ ഈ ദീനിന്റെ വെളിച്ചം എത്തിക്കണമേ എന്നാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ എന്ന ദുആ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ദുആ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ദുആയായിട്ട് സഹോദരങ്ങളെ മനസ്സിലാക്കണം. ശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ, ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സബറു. ഈ പറയുന്ന ഇത്തരം വിശേഷണങ്ങൾ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുന്ന, ചെയ്യേണ്ടത് ചെയ്യുന്ന ഈ ആളുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ക്ഷമിച്ചു ചെയ്തതിന്റെ കാരണത്താൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, നോക്കൂ, ഉലൈക യുജ്സൗനൽ ഗുർഫ, അവർക്കാണ് സ്വർഗത്തിന്റെ ഗുർഫത്ത് നൽകുന്നത് ബിമാ സബറു, അവർ ക്ഷമിച്ചതിന്റെ കാരണത്താൽ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനും ചിലത് ഒഴിവാക്കാനും നല്ല ക്ഷമ വേണ്ടി വരും. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ സഹോദരങ്ങളെ, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒറ്റപ്പെട്ടു പോകും. പക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്ത ഇപ്പോൾ തന്നെ നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ക്ഷമിച്ചുകൊണ്ട് പല ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആളുകൾ ഒഴിവാക്കുമ്പോൾ അങ്ങനെ നീ ഒഴിവാക്കാതെ അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ മുറുകെ പിടിച്ചാൽ റബ്ബ് സുബ്ഹാനഹു വ തആല നിനക്ക് സ്വർഗ്ഗം നൽകും. വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമ, നിനക്ക് അവിടെ സലാമത്ത് കിട്ടും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മലായിക്കത്തുകൾ നിനക്ക് സലാം പറയും. അങ്ങനെ സ്വർഗത്തിൽ ഏറ്റവും സമാധാനമായിട്ടുള്ള അഭിവാദ്യങ്ങൾ നിനക്ക് അവിടെ കണ്ടെത്താൻ സാധിക്കും. അങ്ങനെയുള്ള സന്തോഷപൂർണമായ സ്വർഗത്തിലേക്കാണ് നീ മരണശേഷം എത്തിച്ചേരുന്നത്. ഖാലിദീന ഫിഹാ, സ്വർഗത്തിലെത്തിയാൽ ഒരു പ്രത്യേകതയുണ്ട്, അവിടെ ഖാലിദീന ഫിഹയാണ്. സ്വർഗത്തിലെത്തുന്ന ഒരാൾക്ക് പോലും ഒരിക്കലും അതിൽ നിന്നും പുറത്തു കടക്കേണ്ടി വരികയില്ല. ഹസുനത് മുസ്തഖറ വ മുഖാമ, എത്ര മനോഹരമായ പാർപ്പിടവും വാസസ്ഥലവുമാണ് സ്വർഗം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല, റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഏത് പ്രതികൂല സാഹചര്യമാകട്ടെ ക്ഷമിച്ചുകൊണ്ട് ഒരാൾ ജീവിതത്തിൽ പകർത്തുകയാണ് എങ്കിൽ തീർച്ചയായും ഒരിക്കലും പുറത്തു കടക്കേണ്ടി വരാത്ത ഏറ്റവും മനോഹരമായ സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുന്നതാണ്. നാളെ ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ദുനിയാവിൽ ഏറ്റവും പ്രയാസം അനുഭവിച്ച, ഏറ്റവും കൂടുതൽ രോഗങ്ങൾ അനുഭവിച്ച, ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിച്ച, തീരെ നിർഭയത്വമില്ലാതെ ഏറ്റവും പ്രയാസത്തിൽ ജീവിച്ച് ആ പ്രയാസത്തിൽ നിന്ന് ഒരു തുറവി കിട്ടാതെ ഒരാൾ മരിക്കുകയാണ്. അങ്ങനെ മരിച്ചൊരു വ്യക്തി നാളെ സ്വർഗത്തിലെത്തിയപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളിലേക്ക് ഒന്ന് മുക്കിയെടുക്കുന്നതാണ്. ആ മുക്കിയെടുക്കുന്നതിന് ശേഷം അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ടോ? ദുനിയാവിൽ ഏറ്റവും പ്രയാസം അനുഭവിച്ച വ്യക്തിയോടാണ് ചോദിക്കുന്നത്. ഇത്ര പ്രയാസം സഹിച്ച വ്യക്തി സ്വർഗത്തിൽ ഒരു നിമിഷം അവനത് മുക്കിയെടുത്തതിന് ശേഷം ചോദിക്കുക, നിനക്ക് വല്ല പ്രയാസം ദുനിയാവിൽ ഉണ്ടായിട്ടുണ്ടോ? അവൻ പറയുന്നത്, റബ്ബേ, എനിക്ക് ഒരു പ്രയാസവും ദുനിയാവിൽ ഉണ്ടായിട്ടില്ല എന്ന്. അള്ളാഹു, എനിക്കൊരു ദുനിയാവിൽ ഒരു പ്രയാസം ഉണ്ടായിട്ട് ഞാനൊരു പ്രയാസം കണ്ടിട്ടില്ല എന്ന് ആ വ്യക്തി പറയുകയാണ്. കാരണം സ്വർഗത്തിൽ ഒരു നിമിഷം ദുനിയാവിലുള്ള സർവ്വ പ്രയാസങ്ങളും അവനെ മറപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അതാണ് സ്വർഗം. ഇവിടെ എത്ര പ്രയാസങ്ങൾ നമുക്കുണ്ടായാലും, എത്ര ദാരിദ്ര്യമുണ്ടായാലും, എത്ര രോഗങ്ങൾ കൊണ്ട് നമ്മൾ പരീക്ഷിക്കപ്പെട്ടാലും, എത്ര സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നമ്മൾ ഞെരുങ്ങിയാലും ശരി, അള്ളാഹുന്റെ ദീൻ നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത്. അള്ളാഹുന്റെ ദീന് മുറുകെ പിടിച്ചാൽ നാളെ സ്വർഗത്തിൽ ഒന്നാമത്തെ നിമിഷത്തിൽ തന്നെ അതെല്ലാം മറന്നുപോകുന്ന രൂപത്തിൽ മതിമറക്കുന്ന സ്വർഗം സഹോദരങ്ങളെ ഒരാൾക്ക് ലഭിക്കുന്നതാണ്. ഈ ഹദീസിൽ തന്നെ തിരിച്ചും കാണാൻ സാധിക്കും. ഒരു വ്യക്തി ദുനിയാവിലുള്ള സകല സുഖ സൗകര്യങ്ങളും അവൻ ആസ്വദിച്ചിട്ടുണ്ട്, എല്ലാ ഹറാമുകളിലും അവൻ വിരാജിച്ചിട്ടുണ്ട്. അവൻ രുചിക്കാത്ത ഹറാമുകളില്ല, അവൻ രുചിക്കാത്ത സ്പർശിക്കാത്ത ഹറാമുകളില്ല, അവൻ കാണാത്ത ഹറാമുകളില്ല, അവൻ ഭക്ഷിക്കാത്ത ഹറാമുകളില്ല. അങ്ങനെ സകല ഹറാമുകളിൽ മൂട്ടപ്പെട്ട ഒരു വ്യക്തി നാളെ പരലോകത്തെത്തുമ്പോൾ നരകത്തിൽ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം അവനോട് ചോദിക്കപ്പെടുന്നുണ്ട്, നീ ദുനിയാവിൽ വല്ല സുഖങ്ങളും ആസ്വദിച്ചിട്ടുണ്ടോ? അവനാകട്ടെ ദുനിയാവിൽ ഏറ്റവും സുഖ സൗകര്യങ്ങൾ ജീവിച്ചവനാണ്. അവൻ പറയുന്നത്, ഇല്ല, ഞാൻ ദുനിയാവിൽ ഒരു സുഖവും ആസ്വദിച്ചിട്ടില്ല എന്നാണ്. കാരണം നരകത്തിൽ ഒന്നാമത്തെ നിമിഷത്തിൽ തന്നെ ദുനിയാവിലുള്ള മുഴുവൻ സുഖങ്ങളും അവൻ മറന്നുപോകുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ പറയുന്ന വിശേഷണങ്ങൾ അതേതാകട്ടെ അത് കൃത്യമായി പാലിക്കാൻ എത്ര പ്രയാസമുണ്ടായാലും ശരി, നമ്മൾ ആ പ്രയാസം സ്വീകരിക്കുക, ആ പ്രയാസം സഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെല്ലാം പകരമായി സ്വർഗം
നാളെ പരലോകത്ത് നൽകുമെന്നുള്ള കാര്യം ഉറച്ചു വിശ്വസിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുത്തഖീങ്ങളായ അവന്റെ ഇബാദുർ റഹ്മാനിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടം വിശാലമാക്കുകയും നാളെ അവരെയും നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഒരുപാടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ശിഫ നൽകുമാറാകട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കടങ്ങൾ, അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അല്ലാഹു തആല അതെല്ലാം തുറവി നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ കുല്ലഹാ ദിഖഹാ വജില്ലഹാ സിർറഹാ വഅലാനിയതഹാ صغيرها وكبيرها يا ارحم الراحمين. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم أصلح أحوال المسلمين في كل مكان. اللهم أصلح أحوال المسلمين في كل مكان. اللهم أصلح أحوال المسلمين في كل مكان. اللهم إنا نسألك الهدى والتقى والعفاف والغنى. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. الله تعالى أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم.